ഹലോ, ഇത് ലാസ്റ്റ് സെഷനാണ് നമ്മളുടെ. മാത്സ് തുടങ്ങാം. ആദ്യം മാത്സ് തുടങ്ങാം. ഓക്കെ, ഈ എക്സാം കുറച്ചുകൂടി എളുപ്പമായിരുന്നു തോന്നുന്നു ഇപ്രാവശ്യത്തെ. മാത്സ് പക്ഷേ ലെങ്തി ആയിട്ടാണ് കണ്ടത്. 2 ചോദ്യം കണ്ട് വളരെ ലെങ്തി ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഫിസിക്സ് കെമിസ്ട്രിയും എളുപ്പമാണെന്നാണ് പറയണത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് x → 0 e മൈനസ് 1 + 2x raised to 1/2x by x. ഇത് ലിമിറ്റ് x → 0 കൊടുത്താൽ ഇതിന്റെ വാല്യൂ e ആണ്. ദിസ് ഇസ് e. ഇതിന്റെ ലിമിറ്റ് x → 0 1 + e പവർ e, ഇത് e² raised to 1/2 വരും. അപ്പൊ e ആണ്. ഇതിന്റെ ലിമിറ്റ് 1/2 e ആണ്. അപ്പൊ e - e/0. ഇത് 0/0 ഫോം ആണ്. e - e/0 ആണ്. 0/0 ഫോം ആണ്. അപ്പോൾ യു ഹാവ് ടു യൂസ് എൽ ഹോപ്പിറ്റൽ റൂൾ. എൽ ഹോപ്പിറ്റൽ റൂളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ആദ്യം എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിച്ചാൽ കയ്യിൽ നിന്ന് വിട്ടുപോകും. അപ്പം നല്ലത് സീരീസ് ആക്കുക. ലിമിറ്റ് x → 0 താഴെ എക്സ്, ഈ ഈനെ അങ്ങനെ തന്നെ വെക്കുക. മൈനസ് ഇത് ഇങ്ങനെ എഴുതാം. ഇ പവർ നിങ്ങൾക്കറിയാലോ e⁻log x എക്സ് ആണ്. e⁻x log x ഇൻവേഴ്സ് ഫങ്ഷൻസ് ആയതുകൊണ്ട്. അപ്പോൾ e⁻log 1 + 2x raised to 1/x പറയാം. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഈ 1/x ഇവിടേക്ക് വെക്കാം, ഇങ്ങനെ വെക്കാം. log 1 + 2x എക്സ്പാൻഡ് ചെയ്യാം, സീരീസ് ആക്കാം. ബട്ട് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ് x → 0 ഈ അങ്ങ് തന്നെ വെക്കുക. മൈനസ് e പവർ 1/x ഇൻറ്റു 1/x ഇൻറ്റു ലോഗ് എക്സ്പാൻഡ് ചെയ്യാം. എന്താ log 1 + x എക്സ്പാൻഷൻ? x, അവിടെ 2x മൈനസ് x²/2. അപ്പൊ 2x (2) അങ്ങനെ പോവും. പ്ലസ് എക്സെട്ര ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് വരും. ഡിവൈഡഡ് ബൈ, ക്ലോസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ x അല്ലേ. അപ്പം ലോഗിന്റെ സീരീസ് അങ്ങനെയാണ്. അപ്പൊ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് ഇസ് ലിമിറ്റ് ഓഫ് x → 0 1/x ആകുമ്പം e² വരും. ഇറ്റ് ഈസ് ലിമിറ്റ് ഓഫ് e മൈനസ് e raised to എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e⁻x അല്ലേ, e⁻2 ഓക്കെ, e⁻2 വരും. e⁻2 മൈനസ് e⁻2 മൈനസ് ബാക്കിയുള്ളതൊക്കെ ടേംസ് കണ്ടെയ്നിങ് x ആണ്. ടേംസ് കണ്ടെയ്നിങ് x ഡിവൈഡഡ് ബൈ x വരും അല്ലേ, ഡിവൈഡഡ് ബൈ x വരും. റൈറ്റ്. അപ്പോൾ ഒരു എക്സ് ടേം കൂടി എഴുതാം. നമുക്ക് ഒരു എക്സ് ടേം കൂടി എഴുതാം. ഇറ്റ് ഈസ് മൈനസ് ഒരു ടേം കൂടി എഴുതാം. ഇവിടെ 4 ഉണ്ടാവും. 4 ആകുമ്പം ഇവിടെ 4x²/2x ആണ്. അപ്പോൾ മൈനസ് 4x²/2x അല്ലേ. 4x²/2x ആകുമ്പം x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x/2 വരും. അപ്പം 2x വരും. പ്ലസ് ടേംസ് കണ്ടെയ്നിങ് x അങ്ങനെ പോട്ടെ. പ്ലസ് ടേംസ് കണ്ടെയ്നിങ് ഹയർ പവേഴ്സ് ഓഫ് x. പ്ലസ് ടേംസ് കണ്ടെയ്നിങ് higher powers of x. അപ്പോൾ ഇവിടെ എക്സിന് പകരം 0 കൊടുത്താൽ എന്താ വരിക? എക്സിന് പകരം 0 കൊടുത്താൽ e മൈനസ് എക്സിന് പകരം 0 കൊടുത്താൽ 1/2x ആണ് കേട്ടോ. ഇവിടെ 1/2x ആണ്. ഇവിടെ 2x ആണ്. 1/2x ആകുമ്പോൾ ഇവിടെ 1 ആണ് വരും. 1 സോറി, ഇത് തെറ്റിപ്പോയി. ഇറ്റ് ഈസ് 1 e⁻1 മൈനസ് ഇവിടെ 2x² ആണ്. അപ്പോൾ 2x/2 വരും. അപ്പോൾ x വരും അല്ലേ. 2x/2 ആകുമ്പോൾ x വരും. പിന്നെ പ്ലസ് ടേംസ് കണ്ടെയ്നിങ് x, പ്ലസ് ടേംസ് കണ്ടെയ്നിങ് ഹയർ പവേഴ്സ് ഓഫ് x. ടേംസ് കണ്ടെയ്നിങ് x, ഹയർ പവേഴ്സ് ഓഫ് x. അത്ര മതി, എത്ര മൊത്തം എഴുതണ്ട. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ നോക്കൂ, x 0 കൊടുക്കുമ്പോൾ എന്താ വരിക? എഗെയിൻ e മൈനസ് e ബൈ 0 വരിക. 0/0 ഫോമിനെ വരിക. ഓ, ഇവിടെ നിങ്ങൾ എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിക്കുക. അപ്പോൾ എന്താ കിട്ടുക? ദിസ് ഇസ് എൽ ഹോപ്പിറ്റൽ റൂൾ. യൂസ് LH റൂൾ.
ലെറ്റ്സ് റൂൾ ഉപയോഗിച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 താഴെ 1 വരും അല്ലേ, താഴെ വരും. ഇത് ഇയുടെ ഡെറിവേറ്റീവ് 0 തന്നെ. പിന്നെ മൈനസ് ഇ പവർ അതേ സാധനം 1 മൈനസ് എക്സ് പ്ലസ് ബ്ലാ 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 എല്ലാം എഴുതാം ഇൻ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, ഇ റേസ് ടു എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എഫ് ഓഫ് എക്സിൻ്റെ എഫ് ഡാറ്റക്സ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 1ൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടാവില്ല, മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1. പിന്നെ ടേംസ് കണ്ടെയ്നിങ് ഹയർ പവേഴ്സ് ഓഫ് എക്സ് ആണ്. ഇവിടെ പ്ലസ്, ഇവിടെ നമുക്ക് പ്ലസ് ടേംസ് കണ്ടെയ്നിങ് പ്ലസ് ടേംസ് ഇൻ എക്സ് എന്ന് വരും. ഇനി എക്സ് 0ലേക്ക് കൊടുക്കുമ്പോൾ എന്താ വരിക, എന്താ കിട്ടുക, ദ വാല്യൂ വിൽ ബി മൈനസ് ഇ, ഇവിടെയൊക്കെ 0 ആവും, ഇവിടെ ബാക്കിയുള്ള 0 ആവും. അപ്പോൾ മൈനസ് ഇ ഇൻറ്റു -1 വരും. ഇറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് ഇ, ദ വാല്യൂ വിൽ ബി ഇ. ആൻസർ ഇ ആണ്. ഇ ഇസ് ദ ആൻസർ. നല്ല ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണ്. ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ദിസ് ഫൈൻഡ് ദ സം ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് എക്സ് റേസ് ടു 2/3 ആൻഡ് എക്സ് റേസ് ടു -2/5. കുറച്ച് ലെങ്തി ആണത്. അപ്പം ട്രഡീഷണൽ മെത്തേഡേ പറ്റുള്ളൂ, വേറെ ഒരു വഴിയില്ല. യു റൈറ്റ് ദ ജനറൽ ഫോമുല. ഇതൊക്കെ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം ജനറൽ ടേം എഴുതാം. വാട്ട് ഇസ് ദ ജനറൽ ടേം? TR+1 അല്ലേ, TR+1 is equal to NCR, that is 9CR, x raised to 2/3 whole raised to 9 minus R into 1/2 into x raised to -2/5 whole raised to R. അത് വൃത്തിയിൽ എഴുതാം. വൃത്തിയിൽ എഴുതുമ്പം 9CR 1/2 raised to R into x raised to multiply ചെയ്യാം. It is 18 minus 2R divided by 3 into x raised to -2R by 5. എക്സിനെ സിംഗിൾ പവർ ആക്കി എഴുതാം. അത് മാത്രം വേറെ എഴുതിക്കൊള്ളൂ. 18 minus 2R by 3 -2R by 5. അപ്പോൾ 15 LCM എടുക്കുക. ഇതെന്നെ ചെയ്യണം, വേറെ നിവൃത്തിയൊന്നുമില്ല. 50 8 5 40 90 minus 10R minus 6R വരും. അപ്പോൾ എക്സിൻ്റെ പവർ ഇതാണ്. ഇസ് ഈക്വൽ ടു 9CR 1/2 raised to R എക്സ് റേസ് ടു 90 minus 16R divided by 15 അല്ലേ, ഡിവൈഡഡ് ബൈ 15. അപ്പോൾ അതാണ് റിട്ടൺ എക്സ് ആസ് എ സിംഗിൾ പവർ. ഇനി കോഎഫിഷ്യൻ്റ് കാണണം. എങ്ങനെയാണ് കോഎഫിഷ്യൻ്റ് കാണാം? യു ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ്. ഇതിനെ 2/3ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. 90 minus 16R ഡിവൈഡഡ് ബൈ 15 2/3ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ദ പവർ ഓഫ് ദിസ് ടു ദ പവർ ആഫ്റ്റർ ദ ക്വസ്റ്റ്യൻ ടു ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ്. 2/3ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ 3 വിൽ ഗോ ഹിയർ 5 ടൈംസ്. ഇവിടെ 10 ആണ്. അപ്പോൾ 16R എന്ന് പറയുന്നത് 80 ആണ്. ആറിൻ്റെ വാല്യൂ 5 അല്ലേ, 6 5 30 ശരിയാണ്. R = 5. അപ്പോൾ ഒരു വാല്യൂ പെട്ടെന്ന് കിട്ടിയില്ലേ, R = 5 കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? മറ്റേ കോഎഫിഷ്യൻ്റ് ആണ്. എന്താ? 90 minus 16R ഡിവൈഡഡ് ബൈ 15 ആണ് -2/5 അല്ലേ. ഇവിടെ എക്സിൻ്റെ പവർ -2/5 ആണ്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുക. 5 വിൽ ഗോ ഹിയർ 3 ടൈംസ്. ഇറ്റ് ഇസ് 90 minus 16R is equal to -6 ആണ്. അപ്പോൾ 96 ആണ് 16R അല്ലേ, 96 ആണ് 16R. അപ്പം ആറിൻ്റെ വാല്യൂ 6 6 36 33. ആറിൻ്റെ വാല്യൂ 6 ആണ്. അടുത്തടുത്ത വാല്യൂസ് ആണ്. Now what is the coefficient? Therefore the coefficient is എന്താ? ഈ കോഎഫിഷ്യൻ്റ് മാത്രമേ എഴുതിയാൽ മതി. സം ഓഫ് ദ കോഎഫിഷ്യൻസ് 9C. ആറിന് പകരം 5 കൊടുക്കാം. ആറിന് പകരം 5 കൊടുത്താൽ മതി. 9C5 ഇതാണ്. 9C5 1/2 raised to 5 പ്ലസ് ഇതാണ് x raised to 2/3 കോഎഫിഷ്യൻ്റ് പ്ലസ് 9C6 into 1/2 raised to 6. ഇതിൻ്റെ സമ്മാണ് ചോദിച്ചത്. അത് എന്താണ് ചെയ്യാൻ വേണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം 9C5 9C6 ചെയ്യാൻ വേണം. അപ്പോൾ 1/2 raised to 5 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. 1/32 പുറത്തേക്ക് എടുക്കാം. അല്ലെങ്കിൽ 2 raised to 5 എഴുതി 1/32 എഴുതിക്കൊള്ളൂ. 1/32 ഇൻറ്റു 9C5യുടെ വാല്യൂ എന്താ? 9C4 ആണ്. അപ്പം 9 into 8 into 6 into 4 by 4 ആണ്. 24 വരും. അപ്പം ഈ 24 വെട്ടിപ്പോവും. പ്ലസ് 9C6 9C3 ആണ്. 9 into 8 into 7. ഇവിടെ 7 ആട്ടോ, സോറി.
9C5 യുടെ വാല്യൂ 9C4 ആണ്. അപ്പോൾ 9 into 8 into 7 into 6 ആണ്. ഡിവൈഡഡ് ബൈ 4 ഫാക്ടർ 24 ആണ്. അപ്പോൾ 6 4s 24, 4 2s 8. അപ്പോൾ 7 2s 14. Okay, 7 2s 14, 9 2s 18 into 7. 18 into 7, 8 7s physics carry 5. 12 എണ്ണം 126 ആണ്. 1/32 into 126 പ്ലസ് ഇതിൻ്റെ വാല്യൂ പ്ലസ് 9C6ൻ്റെ വാല്യൂ 9C3 ആണ്. 9 into 8 into 7 by 1 into 2 into 3 ആണ്, 6 ആണ്. അപ്പോൾ 6 will go here 3 times, ഇവിടെ 4 times, 3 will go here 3 times, 12 into 7, 84 ആണ്, പ്ലസ് 84. അപ്പോൾ ഇതാണ് ഉത്തരം. അപ്പോൾ 126 പ്ലസ് 84 ചെയ്യാം, 0 ബാക്കി 1 9 11 210. അപ്പം യു ഗെറ്റ് ദ ആൻസർ ഇസ് 210. ആൻസർ ഇസ് 210 by 32. ബൈ 32 വേണമെങ്കിൽ 105 by 16 എഴുതാം അല്ലേ, 105 by 16 എഴുതാം. എനിവേ ഈ കാൽക്കുലേഷൻസ് കുറച്ചധികം ഉണ്ടെന്നേ ഉള്ളൂ. ജനറൽ ടേം എഴുതാം, ഇക്വൽ ദ പവർ ടു ദ പവർ ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ, ദാറ്റ്സ് ഓൾ. ഓക്കെ, we'll come again with some more questions. Okay, just 1 minute. നമ്പർ ഇടണ്ടേ? Yes, good evening all of you. We have come to the last session of our this big event. It's running for last 5 days. We are extremely happy that we have come with all the days without any delay. Maximum number of questions we presented here, isn't it? Thanks to our students who have supported us by giving questions they have collected from memory. We are really thankful for them. Okay. And today also, as far as the available questions with us, I have come with 5 or 6 questions. And as far as the level of difficulty of questions is considered, they are as in the previous days, moderate or easy questions. Okay. And as I told you, in all the days I am telling you, most of questions are very familiar to you. Either it's a question from our study material or it has been come to you in the form of examinations. Okay. First question from current electricity resistance network. We have to calculate the effective resistance between what? A and B. Effective resistance between A and B. That is RA. Okay. Better we identify the potential. This is, I say, this is C and D. Look, between C and D, a symmetrical arrangement of resistance are there
between C and D. So let us talk about between C and D. Look, suppose the current going through this branch, CD, I can write EF. Between C and E, suppose I1 current is coming. Between C and F, identical resistance arrangement. That is what? I1. And this is O. C to D. We are not sure about it. Let it be I2. But if this is I1, surely this is also I1. This I took some I2. Now look, whatever manner the current is entered at the junction C and distributed. I repeated. എങ്ങനെയാണോ കറണ്ട് സിയിൽ വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, in the same manner current has reached at D and going out. എപ്രകാരമാണോ കറണ്ട് സിയിൽ വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതേമാതിരി കറണ്ട് ഡിയിൽ വന്നിട്ട് പുറത്തേക്ക് പോകുന്നു. അതേ റെസിസ്റ്റൻസ് അറേഞ്ച്മെന്റ് ആണ്. അതുകൊണ്ട് we are not using physics, we are using the logic of symmetry. Logic of symmetry that current reaching at D must be I1 and I1. This should be I2. We are not using exactly physics, we are using the logic of symmetry. I repeat, whatever manner current has reached, entered at C and distributed, exactly in the same manner current is reaching the point D and leaving. Okay, so what about the branch E2O? I1 current is reaching, I1 has to go, so there is no current flow here. I2 current is reaching at O, I2 current has to leave. Again, there is no branching here as well as here. Here I1 current is reaching at F and I1 current has to leave through FD branch. Again, confirming that there is no current through EO branch and OF branch. And we know if no current passes through a resistor, the resistance is not to be counted. We don't count the resistance. So tell me, these R and R are in series because there is no branching here. This will be 2R. This R and R are in series, 2R. This R and R are in 2R in series. So our diagram reduces to a very familiar network, very familiar pattern. Okay, between the points C and D, this is R, this is R, this is R. Already we have a resistance between A and C, R. Between D and B, we have one more resistance, R. These resistance, yes, this is 2R, not R, 2R, all are 2R. Because R and R are in series, 2R, R and R are in series, 2R. So 3 2Rs are connected parallel between C and D. And when identical resistors are connected in parallel, better to remember the effective resistance will be each divided by number. Each divided by number. All are identical, all are parallel between C and D. So between C and D, we come across with one more equivalent resistance, that is 2R by 3. And this is D, this is B, this is R, this is 2R by 3, this is R. Then effective resistance between A and B will be able to add it. R plus 2R, R plus 2R by 3 plus R, and that comes to be 8R by 3. Effective resistance will be 8R by 3. Okay, we go to the next question. Now again a simple problem. A mass is held in equilibrium. Mass of 1 kilogram hanging, it is in equilibrium by applying a horizontal force. Okay, 3 forces are, and we have to find the value of F for the system to be in equilibrium. The point O is in equilibrium.
point O is in equilibrium. So, problem in 2 dimension. What is the method of solving the problem? All horizontal forces to get cancelled, all vertical forces to get cancelled. This is 1G, I can say 1G. 1 into G. That is, force is vertically down. Force is horizontal. Only tension in the string is making an angle with the vertical 45 degree. So we can treat it like that. This tension we can resolve into 2 components. One component, what? Horizontally. So that will be T sine 45. And this will be T cos 45. So being 45, there is no difficulty at all. Now, point O is in equilibrium. It is in horizontal equilibrium as well as vertical equilibrium. For horizontal equilibrium to be satisfied, the horizontal force F is equal to T sine 45. It is in vertical equilibrium, that is 1G. 1G is equal to T cos 45. Dividing F by 1G is equal to what? Tan 45. Tan 45 is equal to 1. Therefore, horizontal force is 1G or 1 kilogram weight or 9.8 Newton, whatever way the options are given, accordingly. Very simple question, nothing complicated is there. We go over to the next question, question number 3. Lenses f1 15 centimeter, f2 10 centimeter are kept at a separation L. Lenses L1 we can take a focal length. L1 of focal length 15 centimeter. Second lens L2 of focal length 10 centimeter. They are kept at a separation L, so I can draw it like that. Yes. L1, L2. Yes. L1, L2. Separation between them is capital L. This is a focal length 15 centimeter. This is a focal length 10 centimeter. It is told that a parallel beam of light incident on first lens and it is emerging out as a parallel. A parallel beam of light rays incident on the first lens is emerging out parallelly from second lens. For this to be possible, being light ray coming parallel to each other, it will be converging to its focal length, its focus. So that this is the focus of whom? What lens? First lens. So we have to make a change in the diagram. This we can rub it off. And it is emerging out parallelly from what? The second lens. This is happening. Tell me, so simple, the most simple case we have taken. This is what? This is coming parallel, will pass through, according to the NCERT version, it's coming through the second focus. F1 is the second focus. Now, for it has to go parallelly from a convex lens, light ray should come from first focus. Exactly, if you go full ray optics treatment, coming parallel will meet at second focus, coming from first focus will go parallel. So it is going parallelly, it must be coming from the first focus of what? The lens L2. Then only light ray coming parallel will go parallel. Now, for this to happen, it is very clear that the separation between the two lenses will be, this is OF1, that is a focal length of what? O1 F1 correctly. This is
O2F2. O1F1 is a focal length of first lens, that is 15 centimeter, and O2F2 is the focal length of second lens, that is 10 centimeter, and we come up with a very easy question from your optics. A similar question was asked yesterday in the morning session, you remember? Again, lens combination, there they used, I think, 3 lenses or not. Now we are having 2 lenses and making the calculation the simplest, coming parallel, going parallel. So your answer is 25 centimeter. We go to the next question. Okay. Time taken by disk to slide down as well as roll down. You know, even a disk, ring, hollow sphere, solid sphere, cylinder, anything can slide. If sufficient friction is not available, of course, any body will slide down. Any body sliding down, you know, we have the expression for its acceleration. Any body sliding down, its acceleration will be, any body, irrespective of any shape. The acceleration that I say A1 will be G sine theta. Now, we know time taken to come, suppose this is S is the length of the incline. The time taken to slide down will be root of 2s by a. And this is also a very common familiar formula coming out from second equation. Isn't it? Initial velocity 0. We can use second equation. S is equal to ut plus half at squared. The time taken to cover a distance S will be root of 2s by a. Okay. And that time is given as T1. T1 is coming to be root of 2s by a1. Okay. Now, if it is rolls down, again, you must remember 4 cases compulsorily. Ring rolls, acceleration is half g sine theta. Disk rolls, 2 by 3 g sine theta. Hollow sphere rolls, it is, what is that? 5 by 6 g sine theta, I think so. And the cylinder rolls, all the 3 form. And here, disk rolling, acceleration of disk rolling is what? 2 by 3 g sine theta. You remember these 4 cases compulsorily. Now, the time taken in second case, T2 is equal to root of 2s by a2. Now, what will be the ratio between T1 and T2? T1 and T2 will be inverse ratio of their accelerations, because T1 is 2s by a1, T2 is 2s by a2. So T1 by T2 will be root of a2 by a3. Root of a2 will be 2 by 3 g sine theta for a rolling disk, and g sine theta for a sliding disk. I told you, no compulsion that being a disk, it should slide. Yes, I told you, if necessary, friction is not provided, it will slide. So tell me, this is coming to be root of 2 by 3. Again, we come across with an easy question once again. Ratio of the time taken will be this. Come on. So we go to the next question. Then question number 5. And I preferably or probably it will be last question of this lab for physics session. 2 vehicles are approaching each other with a speed of 20 meters per second. Yes. Vehicle A, it is coming with a speed of 20 meters per second. Vehicle B, 20 meters per second. Okay. And the moment you observe them, they are at a separation of 300 meters, and both are given a deceleration of 2 meters per second square. Both are given an acceleration of 2 meters per second. Both. So, according to the question, initially both are having a speed of 20 meters per second. The moment you observe them, their separation is 300 meters. Is it so? Yes, 300 meters. And both are given an retardation of 2 meters per second squared.
So instead of going a relative velocity problems, my opinion is that the better to deal separately. There is no meaning of taking a relative velocity concept. So it's slightly increasing the complexity. This is a simple thing. Tell me, body 1. Isn't it? Let us calculate its final velocity v after 10 seconds. What will be that? 20 minus a into 10. A is 2. 20 minus 2 into 10. That is 0. Velocity of the first body becomes 0. Automatically, velocity of second body is also 0. They've stopped. They've stopped. So, after 10 seconds, they stopped. This has reached the point C, and second body is reached at the point. Let us calculate the distance traveled during this time. Distance traveled by A during this time, the best thing I tell you, initial velocity plus final velocity divided by 2 into the time taken. That is the easiest one because velocity is gradually decreasing. What is initial velocity? Initial velocity is 20 because velocity has become 20 minus 2 into 10, that is 0 by 2 into 10. That means distance traveled by A will be 20 by 2 is 10, 10 into 10, 100 meter. So it has traveled a distance of 100 meter. Now there is no need of calculation for the distance traveled by the second body, that is also 100 meter. They are symmetrically, both are initial speed, how much? 20 meter per second. Both are decelerated by same amount, 2 meter per second squared. So both will travel equal distance, and interestingly, they're stopped. They're stopped. So when they're stopped, that A has advanced by 100 meter, B has advanced by 100 meter. Therefore, separation between separation between them. Initially, they were having how many separation? 300 minus each has advanced by 100 meter. It will be 300 minus 200 and separation coming to be 100 meter. According to the question going, this is a question collected from memory. So the way the question has been given in the original paper may be different or may be same. If it is like this, this is the easiest approach. Instead of involving relative velocity, it will be better to teach each. Thing is that first one is stopped after 2 seconds because, 10 seconds, 20 minus 2 into 10. So it is stopped. And it has advanced by distance, easy to calculate like this, initial plus final by 2. Initial is 20, final is 0, average is 10 into 10, that is 100 meter. And there is no need of second calculation for the body B. It is also advancing by a distance of 100 meter, and this is a picture. A has reached C by traveling 100 meter, B has reached the point D by traveling 100 meter. Total of distance traveled is 200 meter, 100 plus 100. Now the separation becomes 300 minus 200, 100 meter. So I think the questions are over. So yes, it's over. Now this is, no, sorry. We had done this question. Yes. So we will wait for the discussion from next, either from physics discussion or from any other teacher. Okay. Bye. Anyway, I think today we have come with early. We could collect some questions. Okay. Wait for our other physics discussion as well as other subject discussions. Okay. Bye, students.
Welcome students, we will continue our questions in physics. Now next question there on the board. Nuclear disintegrate into two light nuclei with the masses in the ratio 1:3. They move and options are there. Now a parent nucleus underwent self-destruction or disintegrate. It is that they are fragmented into two. So that one is, this is the way. So that the ratio of the masses of this space, this is of 1 and this is of 2. The ratio. Definitely, since momentum conservation law is applicable in the case of nuclear reaction like this, total momentum before and total momentum after must be same. Before, the original parent was at rest, our total momentum was 0. Therefore, after, the momentum must be also 0. For which these two must move in opposite direction with the same magnitude of momentum. If m1 has, this is of mass m and its velocity is equal to v1. This is of mass 2m and velocity is equal to v2. They must fly apart in opposite direction to keep momentum conservation, low value. Therefore, we can write otherwise before it is 0. After this is equal to after mv1 plus 2m, and therefore we can say that from here mv1 is equal to minus 2mv2. Will cancel out, and therefore what is their velocity ratio? v1 by v2 is equal to minus 2 by 1, or magnitude is equal to 2:1. So they will fly in opposite direction with the speed ratio 2:1. Speed ratio 2:1, move in opposite direction. Ratio of speed 2:1, therefore that is the answer. With the velocity in the ratio 2:1. If it is fragmented in the ratio 1:2, inverse ratio, the velocity ratio 2:1. Now we shall go to the next question. There is the dimension formula of Planck's constant. Direct simple question. Dimension formula of Planck's constant. We know actually energy equation in the case of radiation, H is equal to E is equal to H nu. Therefore, H is equal to E by nu. Now dimension formula of energy. M squared T raised to minus 2 by frequency. Frequency 1 by time, 1 by T. So this is equal to M L squared T raised to minus 1. So that is the dimension formula of Planck's constant. Very simple direct form. We shall go to the next question. Proton MP, deuteron MT enter into a uniform magnetic field with the same energy, radius ratio, enter perpendicular magnetic field by Lorentz for due to the effect of the Lorentz force, the particle must take circular path such that, but with the radius formula, the centripetal force mv squared by r is provided by the Lorentz magnetic force. From this r is equal to, and in which term we have to write this equation b by bq. But here we have to write the equation in terms of energy, because in the problem we said that with the same energy. So mb, momentum can be written root of 2 me. So root of 2 me by bq. This is momentum p by bq, and therefore root of 2 me by bq, radius relation. Here the proton mp and the deuteron md enter into the same field, so b is a constant. Both of deuteron and proton charge is the same, q is also a constant. In the problem it is that they enter with the same energy, this is also a constant. Therefore, directly you can get R proportional to root M. What is the ratio of first particle is proton?
R proton by R deuteron, R deuteron is equal to root of direct mass of proton by mass of deuteron. And this ratio again you can see that 1 by 2. So the ratio is equal to 1 by root 2. Shall we go to the next question? Here we are given a force which is a function of x. As force is a function of x as 3x squared plus 2x minus 5. Work done to displace a particle due to this force. The point of application of force is there on that particle and the force is given as that function of x from 2 to 4. What is the work done? You know dw is given by f dx. The w is given by integral dw is given by integral f dx from 2 to 4. 2 to 4 f dx. F is given there as 3x squared plus 2x minus 5 dx. This can be written as 3 separate integral. So integral 2 to 4 3x squared dx plus integral 2 to 4 2x dx minus integral 2 to 4 5 dx. This one doing x cube by 3 will cancel out. It's equal to x cube by 3 2 to 4. X cube by 3, this 3 will cancel out, so remove this one. So simply x cube. X cube by 3 will cancel out, so x cube between the limits 2 to 4 plus. Here 2 x squared by 2 will cancel out, we got x squared, the limit 2 to 4 minus 5 into integral dx is x between the limit 2 to 4. This one doing 16 to 64 upper limit 4 into 4 into 4 minus 2 cube 8 plus upper limit 16 minus 4 minus 5 into upper limit minus 2. This is 56 plus 12 minus 10. 58 joule. Proper unit and therefore work done. So again direct formula, work done is given by f dx and integrated between the proper limits. You got the answer. So this is our question number 9. Shall we go to the next question? Two slows of bubbles in the radius Ra and Rb having excess pressure Pa and Pb. Pa is equal to 3 Pb, then Ra by Rb. Now from this very statement, Pa, pressure in A is 3 times larger than that of B, and therefore smaller size is for A. So this is A, then B is larger bubble. And its radius is equal to Ra, and its radius is equal to Rb. And excess pressure here is small, and this is larger. And the problem is said that is 3 times. Then Ra by Rb. Now we have to say Pa. What is Pa? Pa is given by, since it is a bubble, it is equal to 4S by Ra. In the problem it said that is equal to 3 times the excess pressure in B, that is equal to 4S by Rb. 4 will cancel out. And what is asked is Ra by Rb. So Ra by Rb is equal to 1 by 3.
So 1:3 or 1/3, that is the ratio. So that is the question number 10. Yes. We'll continue. Hi. ഓക്കെ, നമുക്ക് തുടങ്ങാം. രണ്ട് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ്. ഓക്കെ, സോ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇഫ് സെറ്റ് മൈനസ് 2i ബൈ സെറ്റ് പ്ലസ് 2i ഇസ് പ്യുവർലി ഇമാജിനറി, ദെൻ ഫൈൻഡ് ദി മാക്സിമം വാല്യൂ ഓഫ് മോഡ് ഓഫ് സെറ്റ് പ്ലസ് 8 പ്ലസ് 6i. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിത് സോൾവ് ചെയ്യാം. ഇത് ഇഫ് ദിസ് ഇസ് പ്യുവർലി ഇമാജിനറി, നമുക്ക് എന്താ കണ്ടീഷൻ വരാം? സെറ്റ് മൈനസ് 2i ബൈ സെറ്റ് പ്ലസ് 2i ഇസ് ഈക്വൽ ടു ki എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ എനിക്ക് കോമ്പോണൻറ്റോട് ഡിവിഡൻറ്റ് അപ്ലൈ ചെയ്യാം. കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് കോമ്പോണൻറ്റോട് ഡിവിഡൻറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ എനിക്കിവിടെ സെഡിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്തായിരുന്നു കോമ്പോണൻറ്റോട് ഡിവിഡൻറ്റ്? എ ബൈ ബി ഇസ് ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ പ്ലസ് ബി ബൈ ബി ഇസ് ഈക്വൽ ടു സി പ്ലസ്
ഡി ബൈ ഡി അല്ലെങ്കിൽ ബി എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി. ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലൊരു ഫോം അപ്ലൈ ചെയ്യാം. അവിടെ കോമ്പോണൻ്റ് ഡിവിഡൻ്റ് അപ്ലൈ ചെയ്ത് എന്താ വരാം? സെഡ് ആഡ് ചെയ്യുക, ആദ്യം ആഡ് ചെയ്യുക. അപ്പോൾ സെഡ് മൈനസ് 2y പ്ലസ് സെഡ് പ്ലസ് 2y, ഇവിടെ സബ്ട്രാക്ട് ചെയ്യുക. സെഡ് പ്ലസ് 2y മൈനസ് സെഡ് മൈനസ് 2y. This is equal to ki plus 1 by ki minus 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 2y വെട്ടിപ്പോവും. ഇവിടെ 2z വരും അല്ലേ? 2z വരും. ഡിനോമിനേറ്ററിൽ z വെട്ടിപ്പോവും. 4i വരും. റൈറ്റ്, ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. z minus 2y by z plus 2y, z minus 2y, ki plus 1 by ki minus 1, z minus 2y plus a plus b, a minus b. Okay, but this will come out to be z by 2y. This is equal to ki plus 1 by ki minus 1. ki plus 1 by 1 minus ki, 1 minus ki. Okay, okay. ഇനി നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് സെഡിന്റെ ലോക്കസ് കിട്ടണം. സെഡ് എന്ത് ജോമെട്രിക്കൽ ഇതാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ലോക്കസ് കിട്ടണം. രണ്ട് സൈഡിലും മോഡ് എടുക്കാം അല്ലേ? രണ്ട് സൈഡിലും മോഡ് എടുക്കാം. ജസ്റ്റ് കാൽക്കുലേഷൻ ഒന്നും കൂടെ ചെക്ക് ചെയ്തോട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ മോഡ് എന്തായാലും 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഇതാണ് ലോക്കസ്. ഈ ഇഫ് സെഡ് മൈനസ് 2y ബൈ സെഡ് പ്ലസ് 2y ഇസ് പ്യൂർലി ഇമാജിനറി, നമുക്ക് സെഡിൻ്റെ ലോക്കസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതവിടെ ഇരിക്കട്ടെ. മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 2. ഇനി ഇതിൻ്റെ ഈ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസിൻ്റെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് സെഡ് എവിടെയാണ് വേരി ചെയ്യുന്നത്? സെഡ് ഇസ് ഓൺ ദി സർക്കിൾ മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ സെഡ് ഇസ് ഓൺ മോഡ് സെഡ് ഈക്വൽ ടു 2. ഇത് ആക്ച്വലി എന്താ? ഈ ഡിസ്റ്റൻസ്, ഇത് ശരിക്കും ഡിസ്റ്റൻസ് ഓഫ് സെഡ് ഫ്രം ദി കോംപ്ലക്സ് നമ്പർ -8 -6i ആണോ നോക്കിയേ. നമ്മൾ മോഡ് z1 മൈനസ് z2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അല്ലേ? സോ ദിസ് ഇസ് ആക്ച്വലി നമുക്ക് ഈ തന്നിരിക്കുന്ന മോഡൽ ആക്ച്വലി ഡിസ്റ്റൻസ് ഓഫ് സെഡ് ഫ്രം 8 -6i. ഡിസ്റ്റൻസ് ഓഫ് സെഡ് ഫ്രം -8 -6i. അപ്പോൾ ആ കോംപ്ലക്സ് നമ്പർ ഇവിടെ വരും അല്ലേ? ദിസ് ഇസ് -8 -6i. ഇതാണ് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഇതെന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ സെഡ് എവിടെ എടുത്താലാണ്, സെഡ് ഷുഡ് ലൈ ഓൺ ദ സർക്കിൾ മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 2. ഇനി സെഡ് എവിടെ എടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ ഡിസ്റ്റൻസ് മാക്സിമം ആയിട്ട് കിട്ടുക. നിങ്ങൾ നോക്കൂ, ഒറിജിനുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒറിജിനുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് 10 ആയിരിക്കും അല്ലേ? ഈ ഡിസ്റ്റൻസ് 10 ആയിരിക്കും. സോ അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെഡ് എവിടെ എടുത്താലാ സെഡ് എന്നുള്ള ഡിസ്റ്റൻസ്, സെഡും ഈ ഇത് സെഡ് 1 ആണെന്ന് വിചാരിക്കുക, സെഡും നമ്മുടെ പോയിന്റ് ഓൺ ദ സർക്കിളും ഈ -8 -6i നമ്മൾ ഡിസ്റ്റൻസ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെ എടുക്കണ്ടേ? ഇവിടെ എടുക്കണ്ടേ? മിനിമം എടുക്കണമെങ്കിൽ ഇവിടെ എടുക്കണം, മാക്സിമം എടുക്കണമെങ്കിൽ ഇവിടെ എടുക്കണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 10 + 2 വരും. 10 + 2 ആണ് എന്ത് വരാം? മാക്സിമം ഡിസ്റ്റൻസ് വരാം. അത് തന്നെയായിരിക്കും മാക്സിമം വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് മോഡ് സെഡ് പ്ലസ് 8 + 6i. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. വെൻ വി ആർ ആസ്ക്ഡ് ടു മിനിമൈസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കർവ്സ് ഒക്കെ വരുമ്പോൾ ഇറ്റ് വിൽ ബി അലോങ് ദി കോമൺ നോർമൽ. ആ സെയിം ഐഡിയ ആണ് അത് ഈ കോംപ്ലക്സിൻ്റെ ഒരു സിനാരിയോയിലേക്ക് കൊണ്ടുവന്ന് ചോദിച്ചു എന്നുള്ളൂ. ഓക്കെ, ഓൾറൈറ്റ്.
ഇനി ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പർ, ഈ ഒരു കേസിൽ ഈ റേഷ്യോ പ്യൂർലി ഇമാജിനറി എന്ന് പറയുമ്പോൾ അത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് മോഡുലസിൻ്റെ കൺസെപ്റ്റ് വെച്ച് കോമ്പോണൻ്റ് ഡിവിഡൻറ്റ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദിസ് എ ക്വസ്റ്റ്യൻ ഫ്രം MOD, മെത്തേഡ്സ് ഓഫ് ഡിഫറൻസിയേഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ NCERT-യിലൊക്കെ കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ln(y) is equal to sin inverse x, then find 1 minus x square into d square y by dx square minus x dy by dx at x is equal to 1 by 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താണ് വരിക എന്നുള്ളത് ഫസ്റ്റ് നോക്കാം, എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ഒരു ഇതായിട്ട് സിംപ്ലിഫൈ ചെയ്ത് വരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ln(y) is equal to sin inverse x ന് പകരം y is equal to e raised to sin inverse x എന്ന് കൊടുക്കാം അല്ലേ. ഇനി ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് y ഡാഷ് വരും, dy by dx. ദിസ് ഇസ് ഈക്വൽ ടു e raised to sin inverse x ന്റെ ഡിഫറൻസിയേഷൻ. e raised to sin inverse x ന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ e raised to sin inverse x into sin inverse x ന്റെ ഡിഫറൻസിയേഷൻ, ഡെറിവേറ്റീവ്, ചെയിൻ റൂൾ, sin inverse x ന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ കണ്ടോ, ഇവിടെ ഒരു 1 minus x square ഉണ്ട്, ഈ ഒരു ഇതിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ അതിന് ഈ √1 minus x square ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. ദിസ് വിൽ ബിക്കം y dash into √1 minus x squared is equal to e raised to sin inverse x. ഓക്കെ, ഈ e raised to sin inverse x എന്താ, y തന്നെയല്ലേ. ഇനി നമുക്ക് ഈ ഇക്വേഷൻ സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് y dash സ്ക്വയർ ഇൻറ്റു 1 minus x square എന്ന് വരും. y dash സ്ക്വയർ ഇൻറ്റു 1 minus x squared is equal to y squared എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കൂ. ഇത് y dash സ്ക്വയർ ആണ്, ഇവിടെ y സ്ക്വയർ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം ആദ്യം ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം 2y dash into y double dash into 1 minus x square. പിന്നെ ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഇതിനെ വെച്ചിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ മൈനസ് 2x വരും. ദിസ് ഇസ് ഈക്വൽ ടു 2y dy by dx, 2y dy by dx. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ത്രൂ ഔട്ട് ഇതിനകത്ത് നിന്ന് എനിക്ക് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കൂ. 2y dash ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ, 2y dash ഇതിനകത്ത് നിന്നൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ദിസ് വിൽ ബി y ഡബിൾ ഡാഷ്, നമുക്ക് വേണ്ട സംഭവത്തിലേക്ക് എത്തി, y ഡബിൾ ഡാഷ് 1 minus x squared minus x into y dash, സെയിം സംഭവം കിട്ടി. ദിസ് ഇസ് ഈക്വൽ ടു y എന്ന് വരും. സോ ഈ സാധനം, ദിസ് വാസ് നത്തിങ് ബട്ട് ഇത് y തന്നെയായിരുന്നു. ഓക്കെ, നമ്മളിത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ല, നമ്മൾ ഈ ബേസിക് ടൂൾസ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്തിലേക്ക് പോകും, y ഡബിൾ ഡാഷ് ഇൻറ്റു 1 minus x squared minus xy dash is equal to y എന്ന് കിട്ടും. ഇതന്നെയല്ലേ നമുക്ക് വേണ്ടേ, ഈ എക്സ്പ്രഷനാണ് വേണ്ടത്. പക്ഷെ അത് ദിസ് ഇസ് നത്തിങ് ബട്ട് y അറ്റ് x is equal to 1 by 2 ആണ് അവർ ഇൻഡയറക്ട്ലി ചോദിച്ചത്. അപ്പോൾ ഹൗ ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് y അറ്റ് x is equal to 1 by 2. ഇതല്ലേ ഫംഗ്ഷൻ, y is equal to e raised to sin inverse x. അപ്പോൾ y is equal to e raised to sin inverse 1 by 2. sin inverse 1 by 2 എന്ന് പറഞ്ഞാൽ pi by 6. സോ നമുക്ക് വേണ്ടത് y is equal to e raised to pi by 6 ആണ്. ഓക്കെ അല്ലേ, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. NCERT-യിൽ കാണുന്ന ടൈപ്പ് ഒരു മെത്തേഡ്സ് ഓഫ് ഡിഫറൻസിയേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. നമ്മൾ മെത്തേഡ്സ് ഓഫ് ഡിഫറൻസിയേഷൻ അധികം ക്വസ്റ്റ്യൻസ് വന്നിരുന്നില്ല, പക്ഷെ ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഓൾറൈറ്റ്, സോ സ്റ്റേ ട്യൂൺ, വി ആർ ബ്രിങ്ങിങ് മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ.
Hello children, let us continue physics with 11th question. There is an imaginary cube of side 2 meter where edges are along x-axis. Along axis, okay, along axis, because all edges are along the respective axis. Electric field has x component 2x I cap, then flux through the cube is. Electric field is not constant, it varies with position. So flux through the cube is. So net flux through the cube. So flux is equal to field multiplied by area, because angle between field vector and area vector is 0 in each of these two surfaces. Electric field is along x-axis. So for this one, flux is E1 into area side square, and here flux will be, field there is E2, so E2 into area, that is net flux is equal to area multiplied by net field, that is field at faraway place is more, so E2 minus E1. Side is 2, so 2 square is 4 into E2 minus E1. So what is phi E1? E1 is equal to 2x, x is 2 meter, that is 4. And what is E2? E2 equal to 2 times. What is x for E2? 2 plus 2, side is 2, so 2 plus 2, 4. That is 2 into 4, 8. So E2 minus E1 is 8 minus 4, 4. 4 into 4, it gets 16. So correct answer box. Next one. For a wire, the original resistance is 50 ohm at 27 degrees Celsius. When temperature is increased, the resistance become 62 ohm. If alpha equal to 2.4 times 10 power minus 2 Kelvin inverse, then final temperature is. Here resistance at 0 degrees Celsius is not mentioned. That's why we can use the formula that we have derived by two equations. That is R1 is equal to R0 into 1 plus alpha T1 and R2 equal to R0 into 1 plus alpha T2. Resistance at 0 degrees Celsius is not given. So 0 to T1 is 27. 0 to T2 is what that is asked. So dividing these two, you get alpha equals R2 minus R1 divided by R1 T2 minus R2 T1. That is 2.4 10 power minus 2 equal to R2 minus R1. 62 minus 50, that is 12, divided by R1 50 T2. R1 is 50, T2 that is to be found minus R2 62, R2 T1 is 27. Okay, that is 50 T2 equal to 50 T2 equal to 12 divided by 2.4 into 10 to the power minus 2 plus 62 into 27. Okay, that implies 12 divided by, this can be written 24 by 10. So 100 more comes, 10 power minus 2 comes up, plus 62 into 27. What is 62 times 27? 43, 4, 12, 4, 7, 6, 1. So here you get 1674. And this 24, 125, 500. So 500 plus 1674. 500 plus 1674. 4, 7, 2174. So you get 2174. Okay, that's why T2 is equal to 2174 divided by 50. 2000 by 50 is close to 40. It's greater than 40, close to 43 degrees, something like that. So close to 43 degrees Celsius, you can make an exact calculation. Next one. Work done by monatomic gas from A to B. T1 330 Kelvin, T2 300 Kelvin. Temperature decreases when it goes from first thermodynamic state to second thermodynamic state as per mentioned by the PV diagram. And also PV cube is a constant. It's mentioned as a polytropic process with polytropic index x is equal to 3, and work done in this process delta W is equal to mu r delta T divided by 1 minus x
where we have PV raised to X is equal to a constant, assuming it as a polytropic process. Delta W equals number of moles given 1, gas constant 8.3. It's not given what's the value, then so I take 8.3 only. Delta T 330 to 300, that is 300 minus 330, you get minus 30 divided by 1 minus 3, that is 8.3 into 30 divided by 2, that is 4.15 multiplied by 30. So answer is very close to 120, slightly greater than 120, maybe close to 125 joule. So approximate answer is 125 joule. Next one. Electron in ground state is excited by photons of energy 12.1 electron volt. When it comes down to ground state, the maximum number of spectral lines emitted is when electron in hydrogen atom excited, electron in ground state is excited. It's hydrogen atom, okay, H atom, hydrogen atom excited to 12.1 electron volt. So this difference is 10.2, this difference, n equal to 1, n equal to 2, n equal to 3. That means in ground state it is irradiated by photons of energy 12.1 electron volt. Then that electron in hydrogen atom reaches n equal to 3, because this difference of energy is 12.1 electron volt. We have learned 1 to 2, 10.2, 1 to 3, 12.1, 1 to 4, 12.75, 1 to 5, 13.06, like that. So 1 to 3, 12.1 electron volt irradiated. So maximum number of spectral lines emitted when it transition is to ground state, n maximum is equal to n into n minus 1 by 2. N is 3, 3 into 3 minus 1 by 2, that is 3 into 2 by 2, that you get 3. So correct answer is 3. Next one. 15th one. Total flux through the surfaces. We have 4 charges, but there is a Gaussian surface, maybe a Gaussian sphere. So assuming this as a Gaussian sphere, total charge enclosed will be, you need not take this charge because that charge is outside the Gaussian sphere. Only take the total enclosed charge plus 2 plus 6 plus 2 plus 6 minus 4, that is equal to plus 8 minus 4, that is equal to plus 4. So total flux is equal to, closed surface has a total outward flux outward is positive, plus charge enclosed by epsilon 0. Charge enclosed is 4 coulomb. So 4 divided by epsilon 0, electric flux has its unit, voltmeter. So 4 by epsilon 0, voltmeter. Okay, we'll be continuing with rest of the questions in few minutes. Thank you.
Hi, welcome to the chemistry part discussion for the today's exam. Let's have the first question. See, we have a benzene molecule where 1,4 position we have an ester linkage and cyanide, right? It is treated with the excess of methyl magnesium bromide. So the given molecule interacting with the excess of methyl magnesium bromide, interacting with the excess of Grignard reagent. So what can happen? Grignard reagent can interact over here and interact over two positions. Grignard reagent can attack, isn't it? So let's see the attack on both the positions. So on top it will be COOCH3, isn't it? And at bottom it is CN. So it's going to break here, minus and plus, and CH3 minus is going to be attacking here. So we will get a ketone, right? So I'm explaining only this part. So what you get is ഇങ്ങനെ കിട്ടൂലേ, അവിടെ ഒരു ketone form ചെയ്യും. Here you will get COCH3, while here we have CN again. And let's see what is the reaction happening. ഇവിടുത്തെ റിയാക്ഷൻ കഴിഞ്ഞോ? ഇല്ലല്ലോ, എക്സസ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു റിയാക്ഷനും കൂടി ഉണ്ട് കേട്ടോ. Here we can have one more reaction, CS3MgBr. This will be polarizing as minus and plus. ഈ പ്ലസ്സിലേക്ക് CS3 മൈനസ് വന്ന് അറ്റാക്ക് ചെയ്യും, ശരിയല്ലേ? So what do you get? You will get this one. ഇവിടെ CO minus CH3 already ഉണ്ട്, and there will be one more CS3, and O minus will turn OH upon hydrolysis. So ester part of the molecule first interact with the Grignard reagent, you get a ketone, and that again interact with the Grignard reagent, you get a ketone converted to tertiary alcohol. അപ്പോൾ അവിടുത്തെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് അറിയാലോ. There will be again reaction N minus and C plus and CS3MgBr. So minus and plus. So it will be attacking over here. And we know cyanide will be converted to ketone, isn't it? Cyanide will be converted to ketone. So what will be the result? So here we have COH, CH3, and here you will get COCH3, isn't it? That is the major product obtained. കഴിഞ്ഞില്ലേ, റിയാക്ഷൻ കഴിഞ്ഞില്ലേ? This will be the major product formed. Let's have a look at once again. The ester part of the molecule interacting with the Grignard reagent, we get a ketone, right? And that ketone again interacting with the Grignard reagent, we get a tertiary alcohol, right? Fine. And what about the other side? Cyanide interacting with the Grignard reagent, you are getting a ketone, right? A ketone. Fine. So this will be the major product. I don't know how the choices are represented. Is there a choice where the bottom part of the ketone again attacking and forming a tertiary alcohol at the bottom also? Is there a choice so given? അങ്ങനെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഡൗട്ട് വരാം അല്ലേ. There can be bottom for, see here we have a ketone and that is further getting attacked, അങ്ങനെ വന്നൂടെ അല്ലേ. That depends on how the choices are represented. I hope this is the major product which may be represented in the given choices, right? അങ്ങനെയാണെങ്കിൽ, കാരണം nitriles converted to ketone, we are learning that reaction in the NCERT അല്ലേ. Nitriles converted to ketone with the Grignard reagent. അപ്പോൾ ഞാൻ തൽക്കാലം അത്രേ ചെയ്യുന്നുള്ളൂ. And the rest part may depend on the choice also, whether there is a choice on top there is a tertiary alcohol and bottom there is a tertiary alcohol. Please verify.
how the choices are given. Okay, go to next question. Next. Ethyl benzene KMNO4 ഒന്നും പറയാനില്ല. Ethyl benzene KMNO4, you get benzoic acid side chain oxidation of benzene, അല്ലേ? Side chain oxidation of benzene, which happens irrespective of the length of the chain, whether it is methyl group, ethyl group, propyl, isopropyl, except tertiary butyl. The connected carbon should contain at least one hydrogen for starting the oxidation procedure, right? You will get benzoic acid. So irrespective of the number of carbon atom or length of chain, it is converted to benzoic acid. So don't matter whether it is a toluene or ethyl benzene, we get a benzoic acid oxidation with the KMNO4, right? അടുത്ത ചോദ്യം. We have a compound benzene, there is a bromine, there is a methoxy with the alcoholic KCN. Alcoholic KCN will undergo SN reaction, SN1 നടക്കൂ, SN2 നടക്കൂ. There will be SN2 attack. SN2 attack എന്ന് പറഞ്ഞാൽ bromine out and CN minus in. Bromine out and CN minus in. അപ്പോൾ എന്തായിരിക്കും ഇവിടെ പ്രോഡക്റ്റ് കിട്ടുക? വേറെ ഒന്നും സംഭവിക്കാനില്ലല്ലോ. വേറെ ഒന്നും സംഭവിക്കാനില്ല. See, bromine gone and there is a branching here and you have OCH3 and in the place of bromine there will be CN. This will be the major product. അല്ലേ? വേറെ ഒന്നും നടക്കാനില്ല. No chance of any rearrangement or so, right? Even though there is a nearby benzylic system and of course it is tertiary. Yeah. If it is an aqueous medium promoting cationic reaction, definitely അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചാൻസ് ഉണ്ട് ഇവിടെ സയനൈഡ് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. You get a carbocation over here and shift to tertiary carbocation. Moreover, it is benzylic in nature. അപ്പോൾ സയനൈഡ് അവിടെ വരാം. That depends on how the question is presented. The way it is available, I would like to promote, it is to be commented as SN2 reaction. അപ്പോൾ പിന്നെ കാർബോകാറ്റയോണിനെ കുറിച്ചും ഒന്നും പറയണ്ട. ബ്രോമിൻ പോയി അവിടെ സയനൈഡ് വന്നു കഴിഞ്ഞു. കേട്ടോ? യെസ്. അടുത്ത ചോദ്യം. Correct expression for strong electrolyte. So it seemed to be like Debye-Huckel-Onsager equation. അല്ലേ? It is Debye-Huckel-Onsager equation, right? And the equation all of you know, lambda m equal to lambda m naught minus a root c. The way it is represented in the textbook. Lambda m, molar conductance, is equal to limiting molar conductance minus a root c. ഇവിടെ എക്ക് പകരം ബി ആണ് തന്നിരിക്കുന്നത്, അല്ലേ? Here a represented instead it is b given. അപ്പോൾ നമുക്ക് b എന്ന് എഴുതാം. എങ്ങനെയാണോ വരിക? ഇതിനെ കംപ്ലീറ്റ് ലെഫ്റ്റിലേക്ക് എടുക്കൂ. സോ യു ഗെറ്റ് ലാംഡ എം മൈനസ് ലാംഡ എം നോട്ട് പ്ലസ് ബി റൂട്ട് സി ഈക്വൽ ടു 0 എന്ന് വരും, അല്ലേ? ഏതാണോ ചോയ്സ് വരിക? ഓപ്ഷൻ ബോക്സ് ഇതല്ലേ, സി അല്ലേ വരിക? ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഫൈൻ. അടുത്ത ചോദ്യം. Which gives positive iodoform test. Positive iodoform test is given by. Positive iodoform test തരണമെങ്കിൽ എന്ത് വേണം? There must be methyl keto group. There must be methyl keto group or there must be methyl carbinol group. Either methyl keto group or methyl carbinol group other than carboxylic acids. അല്ലേ? ആസിഡോ ഡെറിവേറ്റീവോ ആവാൻ പാടില്ല. ആസിഡ്, അമൈഡ്, ക്ലോറൈഡ്, അൻഹൈഡ്രൈഡ്, എസ്റ്റർ ഒന്നും ആവാൻ പാടില്ല. അല്ലാത്ത കോമ്പൗണ്ട്സ് മീത്തൈൽ കീറ്റോ ഗ്രൂപ്പ് ഓർ മീത്തൈൽ കാർബിനോൾ ഗ്രൂപ്പ്സ് വരണം. ഇവിടെ മീത്തൈൽ കീറ്റോ ഗ്രൂപ്പ്സ് ഇല്ല, ഇവിടെ മീത്തൈൽ കീറ്റോ ഗ്രൂപ്പ്സ് ഇല്ല. ഹിയർ യു ഹാവ് എ മീത്തൈൽ കാർബിനോൾ ഗ്രൂപ്പ് ആൻഡ് ദാറ്റ് ഈസ് ദി ആൻസർ. ഇവിടെ ഇല്ല. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി, where you have methyl carbinol group and isopropyl alcohol will be oxidized to acetone, further converted to iodination and then hydrolysis. You get iodoform and sodium salt of ethanoic acid.
അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് this CS3 will be or this CS3 either of the methyl group, this will be converted to CHI3 എന്നായിട്ട് മാറും. The rest part of the molecule undergo oxidation, you get a CS3 COO minus. Basically it is oxidation reaction അല്ലേ? Yes. Next, അടുത്ത ചോദ്യം. Number of stereoisomers in the given molecule. Number of stereoisomers. ഇവിടെ ഐസോമറിസം ഇല്ലല്ലോ, കാരണം രണ്ട് സെയിം ഗ്രൂപ്പ് അല്ലേ? പിന്നെ ഇവിടെ ഒരു സ്റ്റീരിയോ സെന്റർ ഉണ്ട് കേട്ടോ. ഹിയർ യു ഹാവ് എ സ്റ്റീരിയോ സെന്റർ. സോ ദിസ് ഈസ് ഓപ്റ്റിക്കലി ആക്റ്റീവ്, കൈറാലാണ്. ഇവിടെ ഒരു സ്റ്റീരിയോ സെന്റർ ഉണ്ട്. സോ ദർ ആർ ടു സ്റ്റീരിയോ സെന്റേഴ്സ്. As you can see, methyl group and bromine, and this is a different group. So idoru stereo center aanu, idoru optical center aanu. So it will be 2 raised to n, 2 raised to 2, 4 isomers. ഇതിന്റെ സിസും ട്രാൻസും, അതിന്റെ ഡെക്സ്ട്രോയും ലീവോയും അല്ലേ? ഇനി ഇവിടെ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വന്നിരുന്നു എന്ന് വിചാരിക്കാം. സപ്പോസ് എ ഡിഫറെന്റ് ഗ്രൂപ്പ് ഈസ് കമ്മിങ് ഹിയർ. അപ്പോൾ ഇതും സ്റ്റീരിയോ സെന്റർ ആയി. അപ്പോൾ 3 സ്റ്റീരിയോ സെന്റർ ആയി. ദെൻ ഇറ്റ് വിൽ ബി 2 raised to 3, 8 എന്ന ആൻസർ വന്നേനെ. ശരിയല്ലേ? ഇപ്പോ ഇവിടെ ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇത് രണ്ട് സെയിം ആണ്. സിൻസ് ദ ടു ഗ്രൂപ്പ്സ് ആർ സെയിം, ദിസ് ഈസ് നോട്ട് എ സ്റ്റീരിയോ സെന്റർ, റൈറ്റ്? ആൻഡ് യു സി ദിസ് ഈസ് എ സ്റ്റീരിയോ സെന്റർ വിച്ച് ഈസ് ഓപ്റ്റിക്കലി ആക്റ്റീവ് സെന്റർ, കൈറാൾ സെന്റർ ആണ്. ഇത് സ്റ്റീരിയോ. അപ്പൊ രണ്ട് സ്റ്റീരിയോ സെന്റർ ഉണ്ട്. 2 raised to 2, 4 എന്ന് വരും. ഓക്കെ, അടുത്ത ചോദ്യം. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. all are popular examples. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ക്ലാസ്സിൽ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള മോളിക്യൂൾസ് ആണ്. NiCN2 മൈനസ്, NiCN4 2 മൈനസ്. ഇറ്റ് ഈസ് സ്ക്വയർ പ്ലാനാർ സിസ്റ്റം അല്ലെ? DsP2 ഹൈബ്രിഡൈസേഷൻ. സോ A matches with 3, DsP2. NiCO4 times tetrahedral system, sp3, tetrahedral system, sp3. ഇതെല്ലാം ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മോളിക്യൂൾസ് ആണ്. ആൻഡ് CONH3 6 times, CONH3 6 times, which is a inner orbital complex, D2sp3 hybridization. എവിടെ? D2sp3. This will go for D2sp3 hybridization. While this is a high spin complex, outer orbital complex will go for sp3d2. Once again, this is square planar system, DsP2. This is tetrahedral system, sp3. This is octahedral. This is also octahedral. But this is a low spin complex. This is a high spin complex. This is inner orbital complex. This is outer orbital complex. This is spin paired complex. This is spin free complex. അപ്പോൾ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ D2sp3 എന്ന് വരും. ഇന്നർ ഓർബിറ്റൽ ആയിരിക്കും. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ ഔട്ടർ ഓർബിറ്റൽ ആയിരിക്കും. sp3d2 ആയിരിക്കും കേട്ടോ. അപ്പോൾ A 3-ൽ മാച്ച് ചെയ്യും, B 1-ൽ മാച്ച് ചെയ്യും, C 4-ൽ മാച്ച് ചെയ്യും, D 2-ൽ മാച്ച് ചെയ്യും കേട്ടോ. ഓക്കെ, അടുത്തത് how many give Friedel-Crafts reaction എന്നാണ് ചോദ്യം. how many give Friedel-Crafts reaction? There are several molecules which are learning in the textbook does not give Friedel-Crafts reaction. aniline Friedel-Crafts reaction ഇല്ല അല്ലേ? aniline Friedel-Crafts reaction ഇല്ല. Probably there's a very important point dealt in the NCERT. NS2 group interacting with the Lewis acid and becomes highly deactivating, that promote no reaction. Or nitrogen lone pair of electron interact with the Lewis acid. We are learning that. Textbook no Friedel-Crafts reaction. ഇവിടെയും Friedel-Crafts reaction ഇല്ല. കാരണം നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. നൈട്രോ ഗ്രൂപ്പ് ഈസ് highly deactivating. Nitrobenzene probably it can be used as a solvent in FC reaction. FC reaction solvent ആയിട്ട് nitrobenzene യൂസ് ചെയ്യും. എന്താ കാരണം? It is not promoting FC reaction. It is highly deactivated. അപ്പോൾ അതില്ല. ഇതുണ്ട് കേട്ടോ. Chlorobenzene Friedel-Crafts reaction ഉണ്ട്, and that we are learning in the textual content. ഇവിടെ ഒരു നൈട്രോയാണെങ്കിൽ ഇവിടെ രണ്ട് നൈട്രോയാണ്. അതിന് തീർത്തുമില്ല. ഇവിടെ നൈട്രോബെൻസീൻ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ നൈട്രോബെൻസീൻ എന്തായിട്ട് യൂസ് ചെയ്യാം? Friedel-Crafts reactionൽ സോൾവെന്റ് ആയിട്ട് വരെ യൂസ് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഇന്ററാക്ടിങ് ഇൻ ദ FC റിയാക്ഷൻ. പിന്നെ ഇതിന് ഉണ്ട്, കാരണം ദിസ് ഈസ് ഐസോപ്രോപ്പൈൽ ബെൻസീൻ, ക്യുമീൻ ആണ് അല്ലേ? പിന്നെ ഇതിന് ഉണ്ട്, ദർ ഈസ് 2 മെത്തിൽ ഗ്രൂപ്പ്. അപ്പൊ ഇത് ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്, ഇവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ദിസ് ഈസ് ബെൻസീൻ കേട്ടോ. ദിസ് ഈസ് ബെൻസീൻ. ബെൻസീൻ ആയിരിക്കണം, കാരണം എല്ലാ ബെൻസീൻ ആണല്ലോ തന്നിരിക്കുന്നത്. അതും ബെൻസീൻ ആയിരിക്കണം. സോ ഇത് അനിലീൻ, നോ. നൈട്രോബെൻസീൻ, നോ. ക്ലോറോബെൻസീൻ, യെസ്.
രണ്ട് നൈട്രോ ഗ്രൂപ്പ്, ബിഗ് നോ. Nitrobenzene, no. This is alkyl benzene, yes. This is also dialkyl benzene, yes. അപ്പോൾ എത്ര എണ്ണം പറയാം? 1, 2, 3 എണ്ണം കിട്ടും. There are 3 molecules which will show Friedel-Crafts reaction. How many show എന്ന് തന്നെയല്ലേ ചോദ്യം? How many show എന്നാണ് കിട്ടും. യെസ്. അടുത്ത ചോദ്യം, എലമെന്റും കോൺഫിഗറേഷനും. Nitrogen will be C because 1s2, 2s2, 2p3 പറയേണ്ട ആവശ്യമില്ലല്ലോ. സൾഫർ A oxygen family 3s2, 3p4 oxygen family. ആർഗൺ ക്രിപ്റ്റൺ, ആർഗൺ കഴിഞ്ഞിട്ടല്ലേ ക്രിപ്റ്റൺ. രണ്ടുപേരും P6 ആയിരിക്കും. So this will be argon and this will be krypton, right? So P with the C, Q with the A, R with the B, S with the D. വളരെ ലളിതമായിട്ട് കണ്ടുപിടിക്കാവുന്ന മാച്ചിങ്ങേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, yes, we have another question. Correct order of bond angle among the following. Bond angle BF3 എങ്ങനെ മക്കളെ വരാം? BF3, it is trigonal planar അല്ലേ? Trigonal planar 120 degree ആണ് bond angle വരിക. കറക്റ്റ് അല്ലേ? യെസ്. PF3 എന്ത് വരും? PF3 is pyramidal. Original tetrahedral system എന്നാൽ 109.5 degree ആണ്. It will be slightly less than 109.5. Slightly less than 109, some 106, 107, that will be the range. എന്തായാലും ഇതിൽ കുറച്ച് കുറയാണ് ചെയ്യുക. What about ClF3? This is ClF3, bend T shape ആണ് കേട്ടോ. It is bend T shape. ClF3, this is bend T shape. And the molecule is AB3E2 type, bend T shape. T shape ആണെങ്കിൽ 90 ഡിഗ്രി വരും. ബെൻഡ് T shape എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രി വരും അല്ലേ? ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ വരാം. പെർഫെക്റ്റ് T ആണെങ്കിൽ 90 വരാം. സോ ബെൻഡ് T means it will be slightly less than 90. So what will be the order? The order will be as it is available. BF3 maximum, PF3 next, ClF3 least. As it is a perfect geometry here 120, here it is 109.5, slightly less due to lone pair. ഇവിടെയോ ബെൻഡ് T ആണെങ്കിൽ 90, ബെൻഡ് T എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കുറയും, 90ലും കുറച്ചുകൂടെ കുറയും, ഒരു 80, 87 ആ റേഞ്ചിൽ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഐൻസ്റ്റീനിയം. This in fact is the configuration. Einsteinium configuration asked. Many times they were asking gadolinium, neptunium, plutonium, അല്ലെ ലുട്ടീഷ്യം, ലാന്തനൈറ്റ്സിൽ കുറെ എണ്ണം ചോദിച്ചു മതിയായിട്ടായിരിക്കണം. ഇപ്പോൾ ഐൻസ്റ്റീനിയം ആണ് ചോദിച്ചിരിക്കുന്നത്. This is the configuration for Einsteinium. There is radon configuration 5F11 7S2. This is the configuration for Einsteinium, and we are in a position to continuously review. The children are in a position to continuously, and is many times commented in the classes. പല പ്രാവശ്യം പറഞ്ഞാണ് ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ് കോൺഫിഗറേഷൻ നോക്കി പോവുക. കാരണം അവിടുന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം വരുന്ന അവസ്ഥയുണ്ട്. നമ്മൾ ആവർത്തിച്ച് ക്ലാസ്സുകളിൽ പറഞ്ഞതും ഡിസ്കസ് ചെയ്തിട്ടുള്ളതും ആണ് അല്ലേ? യെസ്. അടുത്ത ചോദ്യം, shape of Ca2+ complex with EDTA. Ca2+ with EDTA will form a hexa-coordinated system. It will make a hexa-coordinated system. Ca-EDTA complex will be coordination number 6. ഇങ്ങനെ വരണം Ca2+. It will make hexa-coordinated system. Hexa-coordinated പറയേണ്ട ആവശ്യമില്ലല്ലോ. It will make octahedral geometry അല്ലേ? Octahedral geometry. Direct ആണ്. Next, fuming sulfuric acid has how many oxygen atoms? എന്താ fuming sulfuric acid എന്ന് വെച്ചാൽ?
Fuming sulfuric acid means H2SO4 with SO3. H2SO4 with the free SO3, that is called fuming sulfuric acid. That means oleum. എന്ന് വെച്ചാൽ എന്താ? H2S2O7 oleum. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 7 ഓക്സിജൻ ആറ്റം ഉണ്ട് കേട്ടോ. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് എന്നാണ് ചോദ്യം. H2S2O7. There are 7 oxygen atoms. Right. അടുത്ത ചോദ്യം. Sum of number of electrons in pi star orbital in O2, O2 plus, O2 minus. Pi star electrons. O2 ലെ എല്ലാവർക്കും അറിയാമല്ലോ. Pi star electrons, the configuration end up with pi star configuration end up with pi star 2px1 equal to pi star 2py1. That is a configuration for O2. അപ്പോൾ O2 ല് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. What about O2 plus? O2 ല് രണ്ടെണ്ണം, O2 പ്ലസിൽ ഒരെണ്ണം ഉണ്ടാവും. സോ ഇവിടെ ഒരെണ്ണം ഉണ്ടാവും. കാരണം ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം കുറയും. What about O2 minus? What about O2 minus? O2 മൈനസിൽ 3 എണ്ണം ഉണ്ടാവും. കാരണം O2 ല് രണ്ടെണ്ണം ഉണ്ട്. O2 minus means one more electron will come. So the pi star electrons O2 ല് രണ്ടെണ്ണം, O2 പ്ലസിൽ ഒരെണ്ണം, O2 മൈനസിൽ 3 എണ്ണം. അപ്പൊ എത്രയായി പറയൂ? It will be 6, അല്ലേ? It will be 6, right? So number of electrons in the pi star orbitals ആണ് ചോദ്യം. O2 ല് 2, O2 പ്ലസിൽ 1, O2 മൈനസിൽ 3 കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് വൺ. അഗെയിൻ മാച്ച് ലിസ്റ്റിംഗ് ആണ് കേട്ടോ. നിക്കൽ കാഡ്മിയം 1 will be matching with A. റീചാർജബിൾ വേറെ ഏതെങ്കിലും വരുമോ? നിക്കൽ കാഡ്മിയം ഇല്ല, ഇതൊരു റീചാർജബിൾ സെക്കൻഡറി സെല്ലാണ്. ഫ്യൂവൽ സെല്ലും സെക്കൻഡറി ആണ് കേട്ടോ. ഇതിനും അത് വരാമല്ലോ അല്ലെ? അല്ല, ഫ്യൂവൽ സെല്ല് അത് വരില്ല, സെക്കൻഡറി സെല്ലിൽ വരുന്നതല്ല. ഫ്യൂവൽ സെല്ല് ഇറ്റ് ഈസ് കമ്പസ്റ്റൺ ഓഫ് ദ ഫ്യൂവൽ കൺവേർട്ടഡ് ടു എനർജി അല്ലേ? അത് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ വേറെ ഒരെണ്ണം ഉണ്ട്. സോ ഇറ്റ് വിൽ ബി 2 with D. 1 എക്ക് തന്നെ കൊടുക്കാം, 2 with D. 3ക്ക് ഇടാം, 3ക്ക് മെർക്കുറി സെൽ യൂസ്ഡ് ഇൻ ഹിയറിംഗ് എയ്ഡ്സ്. മെർക്കുറി സെൽ, ബട്ടൺ സെൽസ് യൂസ്ഡ് ഇൻ ഹിയറിംഗ് എയ്ഡ്സ്. ലെക്കുലാൻഷ്യസ് സെൽ 4th one. അപ്പോ ഇത് മാച്ച് ചെയ്തു. സോ നിക്കൽ കാഡ്മിയം റീചാർജബിൾ ബാറ്ററി സെക്കൻഡറി സെൽ. Fuel cell, we are making here combustion of energy into electrical energy, oxidation of fuels, methanol or any such system, methane or something, continuous supply of a fuel which undergo oxidation converted to electrical energy. അതിനെയാണ് fuel cell എന്ന് പറയുക. And we are learning in the NCERT hydrogen oxygen fuel cell അല്ലേ? പഠിക്കുന്നുണ്ട് അല്ലേ? ഫൈൻ. അപ്പൊ അത് അവിടെ മാച്ച് ചെയ്തു. മെർക്കുറി സെല്ല്, ബട്ട് ഹിയറിംഗ് എയ്ഡ്സില്, പിന്നെ ലെക്കലാൻഷ്യസ് സെൽ, that is ഇവിടെ എന്താണ് ഉദ്ദേശിച്ചെന്ന് അറിയില്ല. ആനോഡ് വല്ല മെറ്റീരിയലിനെ കുറിച്ചാണോ? എന്തായാലും മാച്ച് ചെയ്യാൻ അത് മാത്രമേ ഉള്ളൂ. ആൻഡ് ദിസ് സീംസ് ടു ബി സംതിങ് ഇൻകംപ്ലീറ്റ്. അവിടെ ആനോഡിന്റെ മെറ്റീരിയൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം കേട്ടോ. ആനോഡ് മെറ്റീരിയൽ അങ്ങനെയാണെങ്കിൽ സിങ്ക് വരണം. ആനോഡ് മെറ്റീരിയൽ ആണോ കാത്തോഡ് മെറ്റീരിയൽ ആണെങ്കിൽ ഗ്രഫൈറ്റ് വരണം. അങ്ങനെ റൈറ്റ്. അതെന്തോ ഒരു മിസ്സിങ് പോലെ ഉണ്ട്. റൈറ്റ്, ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ വിട്ടുപോയതായിരിക്കാം. ഫൈൻ. അടുത്ത ചോദ്യം. കറക്റ്റ് ഓർഡർ ഓഫ് CC ബോണ്ട് ലെങ്ത് ഇൻ ഈത്തൈൻ, എത്തീൻ, ഈത്തൈൻ. പറയാൻ ഒന്നുമില്ലല്ലോ. ഈത്തൈൻ വിൽ ബി കാർബൺ സിംഗിൾ bond which is maximum bond length. Than ethene is carbon double bond. Than ethine which is carbon triple bond. So ethane സിംഗിൾ ബോണ്ട് മാക്സിമം ബോണ്ട് ലെങ്ത്, എത്തീനില് ഡബിൾ ബോണ്ട് ലെങ്ത് കുറയും, ഈത്തൈനില് ട്രിപ്പിൾ ബോണ്ട് ലെങ്ത് അഗെയിൻ ഡിക്രീസസ്. സോ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് മിനിമം, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. ഫണ്ടമെന്റൽ ഐഡിയ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി അല്ലേ? നെക്സ്റ്റ്, നോട്ട് ഈവൻ ഓർഗാനിക് ബോണ്ടിങ്. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഗ്ലൂക്കോസ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം കേട്ടോ. ഗ്ലൂക്കോസിന്റെ ഇൻകറക്റ്റ് ആണ്. ഗ്ലൂക്കോസ് ഈസ് വൺ ഓഫ് ദ മോണോസാക്രൈഡ് ഓഫ് സുക്രോസ്. ശരിയല്ലേ? ഗ്ലൂക്കോസും ഫ്രക്ടോസും സുക്രോസിന്റെ മോണോസാക്രൈഡാ, അത് ശരിയാണ്. പിന്നെ ഗ്ലൂക്കോസ്, അപ്പൊ ആൻസർ അല്ല, നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് ആണ്. ഗ്ലൂക്കോസ് ഡിസോൾവ് ഇൻ വാട്ടർ ബിക്കോസ് ഇറ്റ് ഹാസ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്.
അത് തെറ്റാണ് കേട്ടോ. ദാറ്റ് ഈസ് ദി ആൻസർ. Glucose contains 6 carbon atom. Normally 6 carbon atom ഒക്കെ വരുന്ന 6, 8, 7, 10 carbon atom organic compounds are insoluble in water. But glucose is soluble in water because of extensive hydrogen bonding, because of polyhydroxy nature. 5 OH group ഉണ്ട്. The presence of 5 OH group is the reason for solubility. So it is not because of aldehyde group. അത് തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. Glucose has 6 carbon atom, അത് ട്രൂ ആണ്. Glucose is an aldose, ട്രൂ ആണ്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടും. വെരി സിമ്പിൾ പോയിന്റ്. നെക്സ്റ്റ് വൺ. Which of the following compound do not give tolerance test? Do not give tolerance test. Formaldehyde tolerance test തരും. Formic acid തരും. Formic acid tolerance test ഉണ്ട് കേട്ടോ. Because it is containing a reducing hydrogen. This is formic acid. Presence of this will give you for tolerance test. Benzaldehyde will give you, acetone will not. That is the answer. Acetone will not. A ketone is not responding to tolerance test. Again, elementary question. Next. Amongst scandium, titanium, vanadium, chromium, manganese, magnetic moment of element which can have highest ionization enthalpy in +2 state. Highest ionization enthalpy in +2 state. ഇതിൽ ആർക്കാ വരിക? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്. ഹയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപി ഇൻ ദ +2 സ്റ്റേറ്റ്. നോ ഡൗട്ട് മാംഗനീസ്. എന്തുകൊണ്ടാ മാംഗനീസ് അറ്റോമിക് നമ്പർ 25, ഇറ്റ് ഈസ് D5S2. ഈ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ Mn2+ ആയി, and that is D5. D5 is extra stable due to half-filled electronic configuration. So definitely in the +2 state, ionization enthalpy will be very, very high. Among the list, manganese. ഒരു ഡൗട്ടും വേണ്ട. അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ആണ് ചോദ്യം. 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ ഇറ്റ് ഈസ് 5.9 ബോർ മാഗ്നറ്റോൺ. 5.9 ബോർ മാഗ്നറ്റോൺ 6 എന്ന് റിപ്പോർട്ട് ചെയ്യാം. നിയറസ്റ്റ് ഇൻഡിജർ ആണെങ്കിൽ, അല്ല ചോയ്സ് ആണെങ്കിൽ അങ്ങനെ കേട്ടോ. 5.9 ബോർ മാഗ്നറ്റോൺ. ദർ ആർ 5 അൺപെയർഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇല്ല, that was our last question. Right. That's it from chemistry part. Okay, bye, good night. Yes, good evening once again. So, our third round of physics discussions. Now we are coming with 5 more questions, and questions are again coming easily. You can easily understand the questions and easily do the problems. Come on, question number 16. Monochromatic light of energy 4.13 electron volt strikes metal surface of work function 3.13 electron volt. Find the maximum kinetic energy of the photoelectrons emitted. It's a very direct question. We have to use Einstein's photoelectric equation. We have to use there. Incident energy h nu is equal to work function plus kinetic energy maximum. That means
the one coming out with maximum kinetic energy. So kinetic energy maximum will be h nu minus 5. Without any complication, values are directly given. Incident energy is given to be 4.13. Work function is given to be 3.13. We are getting a very easy answer, 1 electron volt. No complication at all. Very direct question, very simple question. We go to the next question. Yes, come on. Question number 17. Body of mass 0.5 kilogram is subjected to a restoring force. So first conclusion we make, the body will execute SHM, number 1. Okay. Number 2, what will be the restoring force? Minus 50x. From this, we will be getting what? Restoring force will be is equal to kx, or restoring force also is equal to minus kx. The spring constant is coming to be, force constant is coming to be 50. Therefore, we know omega square is equal to k by m. Therefore, m is given, k is given, omega square is to given by 50 divided by mass 0.5, that comes to be 100, and omega is 10. So first part is over, we got omega. Now, what is the question? We have to give the expression for time period. The time period of oscillation is very simple, 2 pi by omega. Tell me, 2 pi by omega is what? 10. That means pi by 5. But you know, our option is something like that. Quickly you should come to your mind that pi is to be replaced by what? 22 by 7. 22 by 7 into, so this is 22 by 7 by 5. Omega is 2 pi by omega. Omega is coming to be 10. 2 pi by omega, that is 2 pi by 10. That is coming to be pi by 5. 22 by 7 into 5. That comes to be 22 by 35. Now look to the answer given, n by 35, n comes to be 22. Come on. Yes. We go to the next question. Come on. Average translatory kinetic energy is K. The temperature is minus 72 degrees Celsius. What will be the temperature for average kinetic energy to be gets double? You know, kinetic energy average is directly proportional to absolute temperature. Absolute temperature. So, first case kinetic energy is K, proportional to absolute temperature will be minus 72 plus 270 to 7, make it 73 for easiness. 73 it is correctly. In 273, that is coming to be 200 Kelvin. Then second case it is 2K. 2K is proportional to the new absolute temperature. From this we will be getting 2K by K is equal to 2 by 200. This is K means Kelvin, kinetic energy K, this is Kelvin unit, okay. This KK get cancelled, gives you final temperature will be 200 into 2. The final temperature is coming to be 400 Kelvin. And options you see, options are given in degrees Celsius. So it will be 400 minus 273, that comes to be 123 degrees Celsius. So very direct question. Kinetic energy is directly proportional to absolute temperature. Temperature in Kelvin, K proportional to 200. This is it. I am just avoiding that Kelvin to avoid confusion. 200 in Kelvin, of course, everybody knows that. Second case, new kinetic energy is coming to be 2K. K is the kinetic energy. Now dividing, we are getting
T is equal to 200 into 2, 400 Kelvin. And we want the answer in degrees Celsius. Okay, come on. Again, we have gone through one more an easy question. We come to the next question. Oh, electromagnetic wave. Again, this trend of asking these type of questions from electromagnetic waves is continuing. This time they come with two options. We have to find out the magnetic field amplitude, electric field amplitude, and we have to find the direction of that. So let us first come to the magnitude part. You know, speed of light we see is equal to what? Electric field amplitude by magnetic field amplitude. Electric field amplitude is coming to be B0 into C. Okay, B0 into C. And B0 is coming to be how many? 3.5 into 10 to the power of minus 7 into C is 3 into 10 to the power of 8. That comes to be 3.5 into 3 into 10 to the power of 8. That comes to be 105. Because 3.5 into 3 is 10.5 into 10, that is 1 Newton per coulomb. First part is over. Second part, we have to calculate the direction. We have to go the direction law, direction of electromagnetic wave, direction of C, if I say like that, it is direction of E cross B. Direction of electromagnetic wave is direction of E cross B. And here it is plus sign has got relevance. What plus sign says? Electromagnetic wave is propagating along negative x direction. So C coming to be minus I. We have to calculate the direction of electric field. Magnetic field is given to be J. Therefore, whose cross product gives you minus I? So that must be K cross. J cross K gives you I. K cross J gives you minus I. Therefore, direction of electric field is along negative what axis? Negative Z axis. So sorry, this is K. K is along negative Z axis. Because K is representing electric field, it is along E is along positive K. Okay, once again I repeat. I is minus I is K cross J. K is representing electric field. So K is the direction of E, or E is along positive Z direction. Okay, come on. So 19 says we have one more question, students. Okay, a spherical ball of radius 1 into 10 to the power of minus 5 meter and density 10 to the power of 4 kilogram meter cube is freely falling water tank from a height h. Find its h if it continues with velocity v after hitting the surface of water. So here one point is there. Two stages are there. First stage, the velocity attained by the body after coming down through it, 2gh. Equation number 1. Interesting thing is that after entering into the water, it maintains the speed. What is the meaning of in a liquid, in a viscous liquid? It is maintaining a steady speed. It has attained terminal speed. So second conclusion is V is also terminal speed. V is also terminal speed. Okay, that is conclusion number 2. Now, what is the formula for terminal speed? 2 by 9 r squared rho s solid body's density, liquid density into G divided by eta. So some numerical stress is coming over there. Anyway, no problem. Let's try. What is the radius? Radius is coming to be 10 to the power of minus 5. Its square 10 to the power of minus 5 square into density of the 10 to the power of 4. 10 to the power of 4. Or I can say this is 10 into 10 to the power of 4. Okay. 10 into 10 to the power of 4. Sorry, 10 into 10 to the power of 3, of course. 10 to the power of 4 means 10 into 10 to the power of 3 minus, what is the density of water? 10 to the power of 3. 1 into 10 to the power of 3
into G. G I am taking 9.8 deliberately because you know eta is given to be how much? 9.8 into 10 to the power of minus 6. Let us go for simplification. This is coming to get cancelled, this 9.8, and V is coming to be, look, here we have 2 into 10 to the power of minus 10, and the bracket is coming to be 10 minus 1 into 10, that is 9 into 10 to the power of 3. The 9.8 has gone. What is left in the denominator? 9 into 10 to the power of minus 6. This 9 get cancelled, and we are left with V is equal to 2 into 10 to the power of minus 1, because this is going 10 to the power of 9, 10 to the power of minus 1, that is 0.2. Okay. This is first. Now we go to the first part. We got the velocity through one way by the definition of terminal velocity. We got it using the formula 2 by 9 r squared rho s by rho l into g divided by 8. Now we go to the first part. This velocity is same as that of the velocity with which it strike. What is that? That is root of 2gh. That is 0.2 squaring 2gh is equal to 0.04. Therefore, h is coming to be 0.04 divided by 2 into 10. That means 0.02 by 10. That means 0.002 meter, or that is coming to be 2 millimeter. Don't worry about the realistic situation of this problem. We have proceeded according to the data provided to you. Accordingly, the height from which the ball has to come is to be 2 millimeter. Anyway, so we are saying goodbye to the physics discussions. Now we have come with, I think we don't have any more questions. No more questions remaining. So we have done 20 questions. Okay, students, all the best. We have brought before you on all the days in all the 2 sessions of the 5 days. Almost all the questions we could collect. Okay, all the best. Now, we hope, we pray that all who have attended the examination from our side, as well as all who are listening us, may score very good marks so that they are able to join any of the IITs or NIITs, or they may do good score in advance. Okay, God bless you. All the best.
ഓക്കെ, യെസ്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ബേസിക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സൈൻ 3x പ്ലസ് കോസ് 3xൻ്റെ റേഞ്ച് എന്തായിരിക്കും? നമ്മൾ പഠിക്കുന്നൊരു ഇതാണ് സൈൻ എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് വിൽ ലൈ ബിറ്റ്വീൻ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇവിടെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? സോ ഈ സൈൻ 3x പ്ലസ് കോസ് 3x എന്തിൻ്റെ ഇടയിലാണ് ലൈ ചെയ്യുക? സൈൻ 3x പ്ലസ് കോസ് 3x വിൽ ലൈ ബിറ്റ്വീൻ മൈനസ് റൂട്ട് 2 അല്ലേ, മൈനസ് റൂട്ട് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ 3x പ്ലസ് കോസ് 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് 2. ഇനി എന്ത് ചെയ്യണം? ഇനി ത്രൂ ഔട്ട് നമുക്ക് എന്ത് ആഡ് ചെയ്യാം? ഇൻഇക്വാലിറ്റി ത്രൂ ഔട്ട് 2 ആഡ് ചെയ്യാം. ദിസ് വിൽ ബി 2 മൈനസ് റൂട്ട് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ 3x പ്ലസ്, സോറി ഇവിടെ 2 ആഡ് ചെയ്തില്ല, 2 പ്ലസ് സൈൻ 3x പ്ലസ് കോസ് 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പ്ലസ് റൂട്ട് 2. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് 1/2 പ്ലസ് സൈൻ 3x പ്ലസ് കോസ് 3x ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇനി നമ്മൾ ഇനിക്വാളിറ്റി റെസിപ്രോക്കൽ എടുക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ഇനിക്വാളിറ്റി? ഇനിക്വാളിറ്റി എന്ത് ചെയ്യും? ഈ എക്സ്ട്രിമിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യണ്ടേ ഈ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ? പ്രൊവൈഡഡ് നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് സി എ ലെസ് ദാൻ ബി 1/a ഗ്രേറ്റർ ദാൻ 1/b എന്ന് വരണമെങ്കിൽ എയും ബിയും ഒരേ സൈൻ ആവണം. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എയും ബിയും ഒരേ സൈൻ ആണെങ്കിലാണ് എന്ത് വരാം? നമുക്ക് ഇങ്ങനെ റിവേഴ്സൽ വരാം. That means A and B should be on the same side of the number line. A and B should be on the same side of the number line. അപ്പോൾ 1/, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇനിക്വാളിറ്റി റിവേഴ്സ് ആവും. ഈ കേസിൽ 2 മൈനസ് റൂട്ട് 2ഉം 2 പ്ലസ് റൂട്ടും ഇതെല്ലാം ഒരേ സൈഡിലാണ്. അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, രണ്ട് സൈഡിലാണ് നമ്മുടെ ഇനിക്വാളിറ്റി. എ ലെസ് ദാൻ ബി, എയും ബിയും നമ്പർ ലൈനിൻ്റെ സീറോൻ്റെ രണ്ട് സൈഡിലാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇൻവേർട്ട് ചെയ്യരുത്, നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് ഇവിടെ സ്വാപ്പ് ചെയ്താൽ മതി. 1 പ്ലസ് 2 റൂട്ട് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 പ്ലസ് സൈൻ 3x പ്ലസ് കോസ് 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 മൈനസ് റൂട്ട് 2. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ റേഞ്ച്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ 1/2 പ്ലസ് റൂട്ട് 2 1/2 മൈനസ് റൂട്ട് 2. ഓക്കെ, ഇത് ജസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പാർട്ടായിട്ടുള്ളൂ. ഇനി ഇതിനെ ബേസ് ചെയ്ത് അവർ ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ റേഷ്യോ ഓഫ് AM ആൻഡ് GM ഓഫ് A and B നോക്കാം. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ AM GM ആണ് ചോദിച്ചേക്കുന്നത്. AM എന്ത് വരും? അരിത്തമെറ്റിക് മീൻ AM 1/2 പ്ലസ് റൂട്ട് 2 പ്ലസ് 1/2 മൈനസ് റൂട്ട് 2/2. ഓക്കെ, ഇനി GM ഡിനോമിനേറ്ററിൽ GM വരണം. GM എന്ന് പറഞ്ഞാൽ റൂട്ട് AB അല്ലേ? രണ്ട് നമ്പേഴ്സിൻ്റെ GM റൂട്ട് AB. അപ്പോൾ ഈ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 1/2 പ്ലസ് റൂട്ട് 2 ഇൻറ്റു 1/2 മൈനസ് റൂട്ട് 2. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? സോറി, റേസ് ടു 1/2 കേട്ടോ. GM അല്ലേ, റേസ് ടു 1/2. ഇവിടെ ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത 4 2 മൈനസ് റൂട്ട് 2 2 പ്ലസ് റൂട്ട് 2, അപ്പോൾ 4 വരും. ഡിനോമിനേറ്ററിൽ നമ്മളിത് മൾട്ടിപ്ലൈ ആണെങ്കിൽ 4 മൈനസ് 2 വരും, 2 വരും അല്ലേ? 4 സോറി ഇവിടെ 4 മൈനസ് 2 വരും, ഡിനോമിനേറ്ററിൽ 2 വരും. ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്. ഇനി GMൻ്റെ പാർട്ട് എന്ത് വരും? 1/2 മൈനസ് 4 മൈനസ് 2. ഓക്കെ, 1/4 മൈനസ് 2 വരും. 1/2ൻ്റെ റേസ് ടു 1/2. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും നോക്കാം. ഇവിടെ 2 ക്യാൻസൽ ആവും, 2 ക്യാൻസൽ ആവും.
2 ഒന്ന് നോക്കിയേ 4 മൈനസ് 2 വരും. സോറി ഒരു മിനിറ്റ്, ചെറിയൊരു കൺഫ്യൂഷൻ. ഇതൊന്നും കൂടെ ചെയ്യാം, ഒരു മിനിറ്റ്. ആദ്യം മുകളിൽ ചെയ്യാം ഈ നമ്പേഴ്സിന്റെ സം. ഈ നമ്പേഴ്സ് സം എന്ന് പറയുമ്പോൾ 2 മൈനസ് റൂട്ട് 2 പ്ലസ് 2 പ്ലസ് റൂട്ട് 2, അപ്പോൾ 4 വരും അല്ലേ. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 മൈനസ് 2 വരും അല്ലെ. 2 സ്ക്വയർ മൈനസ് റൂട്ട് 2 സ്ക്വയർ, അപ്പോൾ 2 വരും. ഇവിടെ ഓൾറെഡി a പ്ലസ് ബി ബൈ 2ന്റെ 2 ഉണ്ട്, ഈ 2 ഉണ്ട്. ഇനി ജി എമ്മിന്റെ പാർട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1/2 സ്ക്വയർ മൈനസ് റൂട്ട് 2 സ്ക്വയർ, അപ്പോൾ 1/2 എന്ന് വരും. അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് വരിക. സോ ഇതെല്ലാം വെട്ടിപ്പോവും. ഈ 1/√2 ഇത് മുകളിലേക്ക് വരും. √2 ആണ് ആൻസർ വരാം. ഓക്കെ, റേഷ്യോ ഓഫ് AM ആൻഡ് GM. മേ ബി അതിൻ്റെ സ്ക്വയറോ അങ്ങനെ എന്താ ചോദിച്ചേക്കണമെന്ന് അറിയില്ല, ന്യൂമറിക് ആണോ MCQ ആണോന്ന് അറിയില്ല, പക്ഷേ ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള റേഞ്ച് കണ്ടുപിടിക്കാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഇങ്ങനത്തെ സിമ്പിൾ ഫങ്ഷൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഇനിക്വാളിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാവുന്ന ലീനിയർ ഇനിക്വാളിറ്റീസ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ചിലപ്പോൾ ത്രൂ ഔട്ട് നമ്മളൊരു നമ്പർ ആഡ് ചെയ്യുക, ത്രൂ ഔട്ട് നമ്പർ സബ്ട്രാക്ട് ചെയ്യുക, റെസിപ്രോക്കൽ എടുക്കുക. അതൊക്കെ ഇനിക്വാളിറ്റിയുടെ റൂൾസ് വെച്ചിട്ട് ചെയ്യണം. ഇനിക്വാളിറ്റി റിവേഴ്സൽ എപ്പോൾ വരും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ റേഞ്ച് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊന്നുമില്ല. Dice is thrown 3 times such that the outcomes are x1, x2, x3. Find the probability of getting the outcomes in an increasing order. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഔട്ട്കംസ് കിട്ടുന്നത്, നമുക്ക് ഡയസ് ഇടുമ്പോൾ കിട്ടുന്ന ഔട്ട്കംസ് ഇങ്ങനെ ആവണം എന്നുള്ളത് പറയുമ്പോൾ, ഒരു ഗിവൺ ഓർഡറിലായിരിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്ത് ചോയ്സ് ഇല്ല, ഇതിനകത്തൊരു അറേഞ്ച്മെന്റ് ഇല്ല. കാരണം നമുക്ക് കിട്ടുന്ന we just need to select from 6 possible numbers. We have to just select 3. പിന്നെ ഓൾറെഡി ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഓർഡറിലായിരിക്കണം എന്ന്. ഓക്കെ, അപ്പോൾ അവിടെ ഇനി പിന്നെ നമുക്ക് വേറെ പെർമ്യൂട്ടേഷന് സ്കോപ്പ് ഇല്ല. If I select 3 numbers, then I can arrange them like this in only one way. അല്ലെ, ഒറ്റ വേയിലല്ലേ പിന്നെ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എടുത്തതിൽ ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കണം ആദ്യത്തെ ഒക്കറൻസ്. ഞാൻ 63 ബേസിൽ ചൂസ് ചെയ്ത നമ്പേഴ്സിൽ, അപ്പോൾ ആദ്യത്തെ നമ്പർ എന്തായാലും ഇങ്ങനെയല്ലേ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഒക്കറൻസ് ഷുഡ് ബി ദ ലീസ്റ്റ് നമ്പർ. പിന്നെ x2 അങ്ങനെ വരണം, x3 അങ്ങനെ വരണം. അപ്പോൾ ഇതിനകത്ത് പിന്നെ ചോയ്സ് ഇല്ല. അപ്പോൾ ഫേവറബിൾ ഔട്ട്കംസ് അത്രയും റെഡ്യൂസ്ഡ് ആയി. 63 ആണ് ഫേവറബിൾ ഔട്ട്കംസ് ഉള്ളൂ. ഓക്കെ, ഇനി ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 6 into 6. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 6 into 5 into 4 by 6 into 5 into 4 by 6 into 6. ഒരു 1 into 2 into 3 വരില്ലേ. So this comes out to be ഒരു 20/216 എന്നൊക്കെ വരും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 2 പോവും 2 തവണ 5/36 സോറി 20/216 വരും. ഇതിൽ 6 കട്ട് ചെയ്താൽ 36 വരും. ഒരു മിനിറ്റ്, 20/216. ഇതിനെങ്ങനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 2 കട്ട് ചെയ്താൽ 10/108 വരും. ഒരു 2 കൂടെ കട്ട് ചെയ്താൽ 5/54 വരും. ഓക്കെ, ഇതാണ് ആൻസർ. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മുമ്പും കണ്ടിട്ടുള്ളതാണ്. നമുക്ക് അവിടെ x1 ലെസ് ദാൻ x, ഒരു ഗിവൺ ഓർഡർ തരും, ഒരു പെർട്ടിക്കുലർ ഓർഡർ തരും. ആ ഓർഡറിലാണ് ഒക്കറൻസ് ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ നമുക്ക് അവിടെ അതിനകത്ത് പിന്നെ വേറെ സ്കോപ്പില്ല, അറേഞ്ച്മെന്റിനും പെർമിറ്റേഷനും സ്കോപ്പ് ഇല്ലാത്ത പോലെ വരും. ഓക്കെ, അപ്പോൾ അവിടെ സെലക്ഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. എത്ര ബേസിൽ നമുക്ക് ഒരു
6 ഒബ്ജക്ട്സ് എങ്ങനെ 3 ഒബ്ജക്ട്സ് ചൂസ് ചെയ്യാന്നുള്ളതിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോൾ സെലക്ഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് വരാം. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ വി ഹാവ് ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ്. സാർ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യും. അതിന് മുമ്പ് ജസ്റ്റ് ഐ വോണ്ട് ടു ഇൻവൈറ്റ് ഓൾ ഓഫ് യു ഫോർ ദി ക്രാഷ് പ്രോഗ്രാം ഫോർ കീം കുസാറ്റ് ക്രാഷ് പ്രോഗ്രാം, ഫ്രീ ക്രാഷ് പ്രോഗ്രാം ഓൺ യൂട്യൂബ്. അത് നമ്മൾ 15th സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ യു ക്യാൻ ഓൾ ജോയിൻ ഫോർ ദാറ്റ്. ഓക്കെ, സോ വിൽ ബി ബ്രിങ്ങിങ് മോർ ക്വസ്റ്റ്യൻസ്. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ലെവൻസ് റൂളാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം കണ്ടോ 0 to മുകളിൽ ഇൻറ്റഗ്രൽസ് ആണ്. അപ്പോൾ എക്സ് π/2 കൊടുക്കുമ്പോൾ താഴെ 0 ആണ്, മുകളിൽ കണ്ടോ π/2 ക്യൂബ് വരും. π/2 ഇൻറ്റഗ്രൽ a to a 0 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ 0, ഡിനോമിനേറ്റർ 0 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ റൈറ്റ് കണ്ടീഷൻ ടു യൂസ് എൽ ഹോപ്പിറ്റൽ റൂൾ. മുകളിലും താഴെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എന്താ എൽ ഹോപ്പിറ്റൽ എന്താ ലെവൻസ് റൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ യു ആർ അപ്ലൈയിങ് എ ലെവൻസ് റൂൾ. ഈ സാധനം അപ്പർ ഫംഗ്ഷനിൽ കൊടുക്കുക, ഇതിന് ഡെറിവേറ്റീവ് പുറത്ത്. അപ്പോൾ 0 മൈനസ് ലോവർ ഫംഗ്ഷൻ ഇതിൽ കൊടുക്കുക ഇൻറ്റു സൈൻ 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ക്യൂബ് കൊടുക്കുക പ്ലസ് കോസ്, ഇവിടെ മൈനസ് ഇട്ടോളൂ, എക്സിന് പകരം എക്സ് ക്യൂബ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് പുറത്ത് എഴുതാം 3x² ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് π/2. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു π/2. ഇത് ലെവൻസ് റൂൾ ആണ്, ശ്രദ്ധിക്കണം. അപ്പർ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് മൈനസ് ലോവർ ഫംഗ്ഷൻ ടു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ്, അത്രയേ ഉള്ളൂ. ഇനി കൊടുക്കുക എക്സ് π/2 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? -3 ഇൻറ്റു π²/4 ഇൻറ്റു സൈൻ 2 ഇൻറ്റു π³ അപ്പം പണി വെട്ടിച്ചേർത്താക്കാം. π³/8 പ്ലസ് കോസ് π³/8. ഇതാണ് ഉത്തരം. അപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും തകരാറുണ്ടോ, വേറെ എന്തെങ്കിലും പ്രത്യേക കണക്ഷൻസ് ഉണ്ടോ എന്നറിയില്ല. ദിസ് ഇസ് വാട്ട് വി ഗോട്ട് ഇറ്റ്. ഓക്കെ, റൈറ്റ്. ഒന്നുമില്ല, വെറുതെ ലെവൻസ് റൂൾ. ഇത്രയും സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കുമോ ചോദിച്ചാൽ സംശയമുണ്ട്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം, 2 sin inverse x. എത്ര സൊല്യൂഷൻസ് ഉണ്ട്? നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻസ്. ഇതും വളരെ സിമ്പിളാണ്. നിങ്ങൾക്കറിയാം sin inverse x പ്ലസ് cos inverse x π/2 ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ 2 ഇൻറ്റു sin inverse x പ്ലസ് cos inverse x എഴുതുക. എന്നിട്ട് ബാക്കി cos inverse x നമ്പർ. പക്ഷേ ഇവിടെ 3 cos inverse x സ്പ്ലിറ്റ് ചെയ്യുക. 2 cos inverse x
plus cos inverse x plus cos inverse x is equal to 7 pi by 5 എന്ന് വരും. അപ്പോൾ ഇത് പൈ ബൈ ടു ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് പൈ ബൈ ടു ആണ്. അപ്പം 2 ഇൻറ്റു പൈ ബൈ ടു 2 ഇൻറ്റു പൈ ബൈ ടു പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ് 7 പൈ ബൈ 5. അപ്പം യു ഗെറ്റ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 7 പൈ ബൈ 5 മൈനസ് പൈ അല്ലേ, മൈനസ് പൈ. കോസ് ഇൻവേഴ്സ് എക്സ് അങ്ങനെ വരിക. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ 2 pi by 5. Cos inverse x equals 2 pi by 5 or x equals cos 2 pi by 5. ഏതാ വാല്യൂ ചോദിച്ചിട്ടില്ല. ഫൈൻഡ് ദ നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻസ് ചോദിച്ചുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ കാണണം. 2 pi by 5 180 by 5 ഭംഗിയുള്ള വാല്യൂ ആണ് കേട്ടോ. ഈ വാല്യൂ കറക്റ്റാണ്. 180 by 5 ചിലപ്പോൾ അതിൻ്റെ വാല്യൂ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ക്വസ്റ്റ്യൻ ആണത്. ചിലപ്പോൾ വാല്യൂ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. വാട്ട് ഇസ് ദ റിയൽ വാല്യൂ ഓഫ് ഇറ്റ്? ഇവിടെ നമ്പർ ഓഫ് റിയൽ വാല്യൂസ് ചോദിച്ചാൽ അപ്പോൾ ദിസ് ഓൺലി വൺ റിയൽ വാല്യൂ. 1 ഇസ് ആൻസർ. ഇനിയിപ്പം വേണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താ ചോദിച്ചാൽ 180 by 5 എത്രയാ? 5 3 is 15 32 അല്ലേ, 36 ആണ്. 36 ആകുമ്പോൾ 72 ആണ്. എക്സ് കോസ് 72 ഡിഗ്രീസ് ആണ്. കോസ് 72 ഡിഗ്രീസ് സൈൻ 18 ആണ്. ആൻഡ് സൈൻ 18 ഇസ് √5 - 1. അതും ആവാം √5 - 1/4. അതൊരു നല്ല ചോദ്യമാണ്. ദിസ് ഓൺലി വൺ സൊല്യൂഷൻ, ദാറ്റ് ഇസ് √5 - 1/4. ഓക്കെ. ഇനി ഇത് നല്ല ചോദ്യം. വേരിയൻസ് ഓഫ് ദ ഫോളോയിങ് ഇസ്, ഈ ഒരു ഡാറ്റയുടെ വേരിയൻസ് 160 ആണ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സി? അതാണ് ചോദ്യം. എന്താ വേരിയൻസിൻ്റെ ഫോർമുല? വേരിയൻസിൻ്റെ ഫോർമുല ഇതാണ്. സിഗ്മ സ്ക്വയർ ബേസിക്കലി സിഗ്മ, ഇത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. സിഗ്മ XI സ്ക്വയർ FI ഡിവൈഡഡ് ബൈ സിഗ്മ FI മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാർ ഇസ് എ മീൻ. അപ്പോൾ ഇതിൽ ആദ്യം മീൻ കാണണം. വാട്ട് ഇസ് എക്സ് ബാർ ഹിയർ? സിഗ്മ XI FI ഡിവൈഡഡ് ബൈ സിഗ്മ FI. അപ്പോൾ സിഗ്മ FI ഇത് സിമ്പിൾ ആയതുകൊണ്ട് വേഗം കാണാം. 2C പ്ലസ് 2C, ദിസ് ഇസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ 2C പ്ലസ് 2C പ്ലസ് 3C പ്ലസ് 4C പ്ലസ് 5C 9C 15C ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി 1 1 2 3 4 5 2 7. അപ്പോൾ അതാണ് എക്സ് ബാർ. എക്സ് ബാർ വിൽ ബി ഇൻ ടേംസ് ഓഫ് സി. അപ്പം 3 2 5 2 7 7 15 22 ആണോ? എന്തെങ്കിലും തരാറുണ്ടോ? 2C 3C 4 5 6 6 4 10 15 15 3 18 2 22 22C by 7. ഞാൻ വെച്ചാൽ 21C ആണെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. 22C by 7 തന്നെയാണ് എക്സ് ബാർ. ഓക്കെ. ഇനി XI സ്ക്വയർ FI കാണാം. വാട്ട് ഇസ് XI സ്ക്വയർ FI? സ്ക്വയർ ചെയ്ത് കൂട്ടുമ്പം അപ്പോൾ ഇതിൻ്റെ വാല്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 160 ആണ്. അപ്പോൾ 160 ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. സിഗ്മ FIയുടെ വാല്യൂ 7 ആണ്. മൈനസ് എക്സ് ബാർ സ്ക്വയർ ഇസ് 22C by 7 സ്ക്വയർ ആണ്. ആൻഡ് സിഗ്മ XI സ്ക്വയർ FI പറയുമ്പം അത് മാത്രം എഴുതാം കേട്ടോ. XI സ്ക്വയർ FI സിഗ്മ, ഇറ്റ് ഇസ് XI square is C square FI, but 2C square plus 4C square plus 9C square plus 16C square plus 25C square plus 36C square. Calculations കൂടുതലുണ്ട്. അപ്പോൾ 36 40 ഇത് രണ്ടും കൂടി കൂടുമ്പോൾ 40 ആയി. 40 plus 50 90 ആയി. 92C സ്ക്വയർ ആയി അല്ലേ. 40 25 25 ഇപ്പോൾ 90 ആയി. 92C സ്ക്വയർ. അപ്പോൾ 92C സ്ക്വയർ ബൈ 7 ആണ്. 92C സ്ക്വയർ ബൈ 7. അപ്പം അത് C സ്ക്വയർ കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇവിടെ 7 ഉണ്ട്. ഇവിടെ ഒരു 7 വെച്ചു, ഇവിടെ 7 വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 7 എന്ന് വെച്ചാൽ 160 × 49 is equal to C square into 7 × 92 minus 22 square. അത്രയേ ഉള്ളൂ. 7 ×
92 minus 22 square. അപ്പോൾ സിയുടെ വാല്യൂ ചോദിച്ചത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സി ചോദിച്ചത്. അപ്പോൾ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് 160 into 49 divided by 7 into 92 minus 22 സ്ക്വയർ ആണ്. അത് ചെയ്യുക 49 സ്ക്വയർ ഇട്ട് പെട്ടെന്ന് കിട്ടും 16. അപ്പോൾ ഇവിടെ എവിടെയോ 10ൽ കണക്ക് വന്നാൽ 16 കറക്റ്റ് ആവുന്നുണ്ടോ നോക്കാം. 7 into 92 എത്രയാണ്? 7 into 14 carry 1. 9 63 1 65 654 ആണ്. 22 സ്ക്വയർ 484 ആണോ? 484 ആണ്. അപ്പോൾ കറക്റ്റാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 7 2 അല്ല 1 100 അല്ലേ 17 ബാക്കി 1 5 170 ആവും. അപ്പോൾ സി സ്ക്വയറിൻ്റെ വാല്യൂ ഇതാണ്. യു ഗെറ്റ് ദ വാല്യൂ ഓഫ് സി സ്ക്വയർ ആസ് 160 into 49 divided by ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് 9 2 14 7 2 44 carry 1 9 2 63 4 ആണ് 63 4 67 ആണ് 7 2 14 carry 1 9 2 63 14 carry 1 ആണ് 9 2 61 64 64 തന്നെയാണ്. അപ്പം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 അപ്പോൾ ഇവിടെ തെറ്റുണ്ട് 16 തന്നെയാണ് 0 കറക്റ്റ് ആവും 16 1 അവിടെ താഴെ 160 വരും. അപ്പോൾ സിയുടെ വാല്യൂ 7 റൈറ്റ്. സി സ്ക്വയർ ഇക്വൽസ് 14 സി ഇക്വൽസ് 7. അപ്പം ഇത് കാൽക്കുലേഷൻ കുറച്ചുണ്ട് എന്നാലും ഡൂവബിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ റൈറ്റ്. ഇത് സീക്വൻസ് സീരീസിൽ ചോദിച്ച ചോദ്യമാണ്. ഇതും സിമ്പിളാണ് പക്ഷേ കാൽക്കുലേഷൻ കൂടുതലുണ്ട്. എന്നാൽ നമുക്ക് ചെയ്യാം. സിഗ്മ എൻ ഗോയിങ് ഫ്രം 0 to infinity a r raised to n. n going from 1 to infinity ആണ് സം ടു ഇൻഫിനിറ്റി ഓഫ് എ ജി പി ആണ്. സം ടു ഇൻഫിനിറ്റി ഓഫ് ജി പിയിലെ കൺസെപ്റ്റ് എന്താ? ആർ ഒരിക്കലും ഒന്നിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ ഇത് ആർ ഇസ് ടേക്കിംഗ് വാല്യൂസ് ഫ്രം 0 to infinity ആണ്. അപ്പോൾ സം ടു ഇൻഫിനിറ്റി ഓഫ് എ ജി പിയുടെ ഫോർമുല എന്താ? എസ് ഇൻഫിനിറ്റി ഈക്വൽസ് എ ബൈ 1 minus r. Where a is the first term and r is the common ratio and r cannot should be lying between -1 and 1. അപ്പോൾ ഇത് a by 1 minus r ഇതിൻ്റെ വാല്യൂ 57 ആണ്. പിന്നെ ഇതിൽ നിന്ന് എന്താ കിട്ടുക? ഇത് എ ക്യൂബ് ഇൻറ്റു 1 എ ക്യൂബ്. പിന്നെ ഇതിങ്ങനെ വരിക എ ക്യൂബ്. അടുത്ത ടേം എ ക്യൂബ് ആർ ക്യൂബ് പ്ലസ് എ ക്യൂബ് ആർ റേസ് ടു 6 പ്ലസ് എക്സെട്ര. അപ്പോൾ ദിസ് ഇസ് ഓൾസോ എൻ സം ടു ഇൻഫിനിറ്റി ഓഫ് ജി ബി വിത്ത് ഫസ്റ്റ് ടേം എ ക്യൂബ് ആൻഡ് കോമൺ റേഷ്യോ ആർ ക്യൂബ്. അപ്പോൾ ദിസ് ഇസ് എ ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ക്യൂബിൻ്റെ വാല്യൂ ആണ് 9747. 9747. ഇത് ക്യൂബ് ചെയ്യാം. എ ക്യൂബ് 1 മൈനസ് ആർ ക്യൂബ് ചെയ്യുക. ഇത് ക്യൂബായി ഡിവൈഡ് ചെയ്യുമ്പോൾ എ ക്യൂബ് പോവും. അതിന് ആറിൻ്റെ വാല്യൂ കാണും. ആറിൻ്റെ വാല്യൂ കണ്ടിട്ട് ഇതിൽ പ്ലഗ് ചെയ്താൽ എയുടെ വാല്യൂ കിട്ടും. എ പ്ലസ് 18r. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ കാൽക്കുലേഷൻ കൂടുതലുണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ദിസ് ഡിവൈഡഡ് ബൈ ദിസ് ചെയ്താൽ ദിസ് ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 1 മൈനസ് ആർ ക്യൂബ് മുകളിൽ വരും. 1 മൈനസ് ആർ ക്യൂബ് മുകളിൽ വരും ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു 57 ക്യൂബ്. 57 into 57 into 57 divided by 9747. 9747. ഇത് 3 will go here 19 times. 19 times. ഇവിടെ 19 times 3 will go. അപ്പോൾ 3 3s 9 3s 27. ഇതിൽ 27 കറക്റ്റായിട്ട് പോകും. 27 9747 27 9747 9747 27 എത്ര പ്രാവശ്യം പോകും നോക്കാം. 27 54 254 7 അല്ല 3 8 ഉണ്ടാവും. 3 പ്രാവശ്യം പോകും അല്ലേ? 3 പ്രാവശ്യം പോകും. 81 3 പ്രാവശ്യം പോകും. സോറി 81 6 1 164 3 6 2s 12 6 7s 42 carry 4 6 2s 12 4 16 again 27 361 times 4. അപ്പോൾ ഇവിടെ 361 ആണ്. 361 കറക്റ്റായിട്ട് 19 പോവോ?
19 square is 361. Okay, 19 square is 361. അത്രയേ ഉള്ളൂ. അപ്പം യു ഗെറ്റ് എ വാല്യൂ ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് വാല്യൂ കിട്ടുക. അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 1 മൈനസ് ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു 19. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ 1 മൈനസ് ആർ ക്യൂബ് ഇസ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇസ് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് 1 മൈനസ് ആർ വെട്ടിയാൽ 1 മൈനസ് 1 പ്ലസ് ആർ സ്ക്വയർ divided by 1 minus r the whole square. It is 1 minus 2r plus r square is equal to 19 വരും. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് കിട്ടും സിംപ്ലിഫൈ ചെയ്ത് get a quadratic in r. This is 1 plus r square is equal to 19 minus 19 38 അല്ലേ, 38r plus 19r square. You get 18r square minus 39r. 18r square minus 39r plus 18 is equal to 0. 39r square ആണ് കേട്ടോ. 1 minus r into 1 plus r square ആണ്. 1 minus r whole square അല്ലേ വരിക. 1 minus r whole square is 1 minus 2r plus r square ആണ്. 19 minus 38r plus 19r square. ഇത് ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുമ്പം 19 18 36 3 പറ്റുമോ? 18r square 36 into 3 അതെ, 18r square minus 36r minus 3r plus 18 equals 0 പറ്റുമോ? 18r into r minus 2 minus പറ്റില്ല അല്ലേ, cannot be factorized. ഇതിന്ന് ആറിൻ്റെ വാല്യൂ കാണാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. 1 minus r the whole cube is 1 plus 1 minus r into 1 plus r plus r square. 1 minus r whole cube is 1 plus minus 2r plus r square is equal to 19. ലെങ്തി ആണ്, അല്ലാതെ ലെങ്തി ആണിത്. അങ്ങോട്ടും ഇങ്ങോട്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 plus r plus r square is 19 minus 38r plus 19r square. അപ്പം എല്ലാം അങ്ങോട്ട് കൊണ്ടുപോയാൽ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാം. 18r square minus 39r plus 18 is equal to 0. അപ്പോൾ അത് ഫാക്ടറൈസ് ചെയ്യുമ്പം പ്രോഡക്റ്റ് 18ഉം സമ്മ് കറക്റ്റായിട്ട് കിട്ടില്ലല്ലോ. അത് പ്രോഡക്റ്റ് 18ഉം 3 വിൽ ഗോ അല്ലേ, 3 വിൽ ഗോ. അപ്പം 6r square minus 13r plus r 6 equals 0. അപ്പം 6 പ്രോഡക്റ്റ് 36ഉം സമ്മ് 13ഉം 9ഉം 4. അപ്പോൾ 6r square minus 9r minus 4r plus 6 equals 0. അത് ഫാക്ടറൈസ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ്സ് ഓൾ. 3r into 2r minus 3 minus 2 into 2r minus 3. So you get 3r minus 2 equals 0, 2r minus 3 equals 0. അപ്പോൾ ആറിന് ഇത് എടുക്കാൻ പാടില്ല. ഇവിടെ ആറിൻ്റെ വാല്യൂ 2/3 കിട്ടും, ആറിൻ്റെ വാല്യൂ 3/2 കിട്ടും. ഇത് എടുക്കാൻ പാടില്ല, ബിക്കോസ് സം ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ആറ് ഒരിക്കലും ഒന്നിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പോൾ ആറിൻ്റെ വാല്യൂ 2/3 ആണ്. വി ഗോട്ട് ദ വാല്യൂ ഓഫ് r as 2/3. ഈ r 2/3 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തിൽ? a/1 minus r is equal to 57 നമുക്കറിയാം. അപ്പോൾ r 2/3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 minus 2/3 is 1/3. 1/3 ആകുമ്പോൾ 3 മുകളിൽ വരും. അപ്പോൾ 3a ആണ് 57. അപ്പോൾ എയുടെ വാല്യൂ 19 വരും അല്ലേ, 19 വരും. അപ്പോൾ a equals 19, r equals 2/3 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. It's 19 plus 18 into 2/3 ചെയ്യും. It is 6. അപ്പോൾ 19 plus 12. It is 131 അല്ലേ, 31 ആണ് ആൻസർ. ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ആദ്യത്തെ റൗണ്ടിൽ എന്തായാലും ചെയ്യാൻ പാടില്ല, എന്നാലും ഡൂവബിൾ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഗിവൺ f dash x equals thrice f of x plus alpha.
എഫ് ഓഫ് 0 7 ആണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് 0 ആണ്. വാട്ട് ഈസ് എഫ് ഓഫ് 1/3? എന്താ ചെയ്യാം? എഫ് ഓഫ് 1/3 ആണ് ചോദിച്ചത്. അപ്പോൾ ഇതൊരു കാര്യം ചോളൂ, ഇത് ഡി വൈ ബൈ ഡി എക്സ് ആയിക്കോളൂ. ഡാഷ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. എഫ് ഓഫ് എക്സ് വൈ ആച്ചോളൂ. അപ്പോൾ 3y പ്ലസ് ആൽഫ. അപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ആണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഡി വൈ ബൈ 3y പ്ലസ് ആൽഫ, ഇതാണ് ഡി എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ലോൺ മോഡ് 3y പ്ലസ് ആൽഫ, മോഡുലസ് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ, ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഇനി എഫ് ഓഫ് 0 ഇൻറ്റു ഇവിടെ 3 വേണം, 1/3. 1/3 1/3 ലോൺ മോഡ് 3y പ്ലസ് ആൽഫ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി. അപ്പം അതിൽ സി കാണുക എങ്ങനെയാണ്? എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 7 ആണ്. എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 7 ആണ്. അപ്പം എക്സ് 0 ആകുമ്പം സി ഇസ് ഈക്വൽ ടു ഇവിടെ 7 കൊടുത്താൽ 1/3 ലോൺ മോഡ് വൈയുടെ വാല്യൂ 7, അപ്പം 21 പ്ലസ് ആൽഫയാണ്. അപ്പം ദ ഇക്വേഷൻ ബിക്കംസ്, അപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്താവും? ഇറ്റ് ഈസ് 1/3 ലോൺ മോഡ് 3y പ്ലസ് ആൽഫ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സിക്ക് പകരം ഇത് എഴുതാം, 1/3 ലോൺ മോഡ് 21 പ്ലസ് ആൽഫ, റൈറ്റ്? അപ്പോൾ അതെല്ലാം കൂടി വൈയുടെ വാല്യൂ ആയിട്ട് കാണാം. യു ടേക്ക് ദ വാല്യൂ ഓഫ് ഇക്വേറ്റ് ദ വാല്യൂ ഓഫ് വൈ. അപ്പം ഇത് ഇങ്ങോട്ട് എടുത്താൽ 1/3 ലോൺ മോഡ് 3y പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 21 പ്ലസ് ആൽഫ ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ 3 അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇസ് ഈക്വൽ ടു 3x. അപ്പോൾ 3y പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ 21 പ്ലസ് ആൽഫ മോഡ് ഇസ് ഈക്വൽ ടു ഇ പവർ 3x അല്ലേ, ഇ പവർ 3x. അതിന് വൈയുടെ വാല്യൂ, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കാണാം. വൈയുടെ വാല്യൂ എങ്ങനെയാണ് കാണാം? 3y, അതെ. അപ്പോൾ 3y പ്ലസ് ആൽഫ, പോസിറ്റീവ് ഒന്നും പറയുന്നില്ലല്ലോ, എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ, എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ 3y പ്ലസ് ആൽഫ, അതെ. അപ്പം ഇവിടെ നോക്കൂ, തന്നിട്ടുണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് 0 ആണെന്ന്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എങ്ങനെയാണ്? യു റീപ്ലേസ് എക്സ് വിത്ത് മൈനസ് എക്സ് ആൻഡ് ദെൻ യു പുട്ട്, അല്ലെങ്കിൽ എക്സിന് പകരം മൈനസ് ടി കൊടുത്തിട്ട് ടി ടെൻസ് 0 ആണ് കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ വാട്ട് ഈസ് ലിമിറ്റ്? ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി വെച്ചാൽ എന്താ വരിക? ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി വെച്ചു. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി വെച്ചു. അപ്പോൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി വെച്ചാൽ താഴെ വരും ഇ റേസ് ടു, അതായത് വാട്ട് ഈസ്, ഒന്നുകൂടി പറയാം, അത് കൺഫ്യൂഷൻ ആവണ്ട. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി വയ്ക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി മോഡ് 3y പ്ലസ് alpha divided by 21 plus alpha is equal to limit extends to minus infinity e raised to 3x. അപ്പോൾ ഇവിടെ എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി വെച്ചാൽ അതിൻ്റെ വാല്യൂ 0ലേക്ക് പോവാം. കാരണം ഇത് മാത്രം ചെയ്യുകയാണെങ്കിൽ ഇപ്പം ലിമിറ്റ് ഓഫ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എങ്ങനെ ചെയ്യാം? എക്സിന് പകരം മൈനസ് ടി കൊടുത്താൽ ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 3t വരും. അപ്പോൾ അത് താഴെ പോവും, വാല്യൂ വിൽ ബി താഴെ 1/∞ ആവും, ഇത് 0ലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ലിമിറ്റ് ഓഫ് ദാറ്റ് 0 ആണ്. എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 0 ആണ്. അപ്പോൾ ഇത് 0 ആണെങ്കിൽ ന്യൂമറേറ്റർ 0 ആവണം അല്ലേ? അപ്പം y ഷുഡ് ബി 3y. ഇത് ന്യൂമറേറ്റർ ഷുഡ് ബി 0. അപ്പോൾ ദാറ്റ് ഷുഡ് ഇംപ്ലൈ 3y പ്ലസ് ആൽഫ 0 ആവണം. അപ്പോൾ വൈയുടെ വാല്യൂ എന്താവണം? മൈനസ് ആൽഫ ബൈ 3 ആവണം അല്ലേ? വൈയുടെ വാല്യൂ മൈനസ് ആൽഫ ബൈ 3 ആണ്.
Okay. What should be function? Y value minus alpha by 3 ആണ്. One into that. ഒരു മിനിറ്റ്, ഒരു കാര്യം ചെയ്യാം, ഇത് ഇങ്ങനെ ചെയ്യാം. ഇവിടെ 3y plus alpha by 21 plus alpha is equal to e power 3x, or 3y plus alpha is equal to e power 3x into 21 plus alpha. Or 3y equals e power 3x into 21 plus alpha minus alpha. കിട്ടില്ല, ശരിയാവില്ല. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ വാട്ട് ഈസ് എഫ് ഓഫ് 3? അപ്പോൾ വൈയുടെ വാല്യൂ ആണ് കാണേണ്ടത്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കാണണം അല്ലേ? 3y plus alpha by 21 plus alpha should be e raised to 3x. അപ്പോൾ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ, മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ ഇത് 0 ആണ്, സോറി, y 0 ആണ്. അപ്പോൾ ആൽഫ ബൈ 21 പ്ലസ് ആൽഫ 0 ആണ്. അപ്പോൾ ആൽഫ 0 ആണ്. ആൽഫ 0 അങ്ങനെയാണ്. അതായത് ഇത് 0ലേക്ക് പോകും. അതായത് ഇ റേസ് ടു മൈനസ് ടി ടി താഴെ പോകുമ്പോൾ 0ലേക്ക് പോകും. ഇത് 0 ആകുമ്പോൾ 3, അപ്പോൾ y 0 ആണല്ലോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് 0 പറഞ്ഞാൽ y 0. y 0 വെൻ എക്സ് ഇസ് ടെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇത് 0 ആവും. അപ്പോൾ ആൽഫ ബൈ 2 ആൽഫ 0 ആകുമ്പോൾ ആൽഫ 0 ആവും. ദിസ് ഇസ് വെരി, ഇതാണ് ക്യാച്ച്. അപ്പോൾ ആൽഫ 0 ആണെങ്കിൽ വാട്ട്സ് എ ഫംഗ്ഷൻ? 3y by 21 is equal to e raised to 3x, or ഇവിടെ 7 വെട്ടിപ്പോയാൽ വൈയുടെ വാല്യൂ 7e power 3x. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ. y equals 7e power 3x. അപ്പം വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 1/3 ചോദിച്ചത്. അപ്പോൾ എക്സിന് പകരം 1/3 കൊടുക്കാം. അപ്പോൾ എന്താ കിട്ടാം? എഫ് ഓഫ് 1/3 is equal to, you put x equals 1/3 there. That's all. അപ്പോൾ 7 into e raised to 3 into 1/3. അപ്പോൾ ആൻസർ is 7e is the answer. 7e ആണ് ആൻസർ. ഓക്കെ, അവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, സാറില്ല, കുഴപ്പമില്ല. ഇതൊരു ഇൻറ്റഗ്രേഷൻ ക്വസ്റ്റ്യൻ ആണ്, സാധാരണ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. കോട്ട് ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. ഇത് ടാൻ ഇൻവേഴ്സ് റൂട്ട് 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സിന് ടി കൊടുക്കാം. ടിയോ തീറ്റ ആണെങ്കിൽ കൊടുത്തോളൂ, ടി കൊടുക്കാം. അപ്പോൾ വാട്ട് ഈസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ? 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് വിൽ ബി ടാൻ ടി, ഓർ വിത്തൗട്ട് റൂട്ട് എടുത്താൽ ടാൻ സ്ക്വയർ ടി. ടാൻ സ്ക്വയർ ടി. അപ്പം ഇതെന്താ ആക്ച്വലി? ഈ സാധനം കോസ് ഓഫ് 2t ആണ് അല്ലേ? അല്ല, കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് അല്ലേ? കോസ് ഓഫ്, അതെ, തിരിച്ചിട്ടാണ്. ഇത് കോസ് ഓഫ് ഇതല്ലേ കൊടുത്തത്? ഇതാണല്ലോ ടി. അപ്പം കോസ് ഓഫ് കോട്ട് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് ഇസ് ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ബൈ എക്സ് അല്ലേ? കോട്ട് ഇൻവേഴ്സ് 1 ബൈ എക്സ് ഇസ് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് 1 ബൈ എക്സ്, ഇത് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് ആണ്. അപ്പോൾ ദിസ് ഇസ് കോസ് 2t, ആൻഡ് കോസ് 2t ഇസ് 1 മൈനസ് ടാൻ സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ ടി, and that is equal to 1 minus
1 minus 1 plus x by 1 minus x, because tan squared is 1 plus x by 1 minus x, divided by 1 plus x by 1 minus x. Hello, 1 minus x, that's all. X തന്നെ ചെയ്യാം നമുക്ക്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 minus x വെട്ടിപ്പോവും. അപ്പോൾ 1 minus x minus 1 minus x divided by 1 minus x plus 1 plus x. അപ്പോൾ what do you get? 1 വെട്ടിപ്പോവും. അപ്പോൾ minus 2x by 2 എന്ന് വരും. ഇസിക്കൽ ടു മൈനസ് എക്സ്. അപ്പോൾ ആക്ച്വലി ഇതെന്താ അറിയുക, ആക്ച്വലി എക്സിലേക്ക് ആയി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഈ സാധനം വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, ലിമിറ്റ് മാറ്റണ്ട. കാരണം എന്താ, എക്സിൽ തന്നെയാണ് കണക്ക് ചെയ്യുന്നത്. റൈറ്റ്, അതാണ് ഇതിൻ്റെ ബ്യൂട്ടി, ഈ ക്വസ്റ്റിൻ്റെ ബ്യൂട്ടി. അപ്പോൾ ദിസ് ബിക്കംസ് ഇൻറ്റഗ്രൽ ഓഫ് 1/4 to 3/4 മൈനസ് എക്സ് ടി എക്സ്. ഇതാണ് എൻ്റെ വാല്യൂ, മൈനസ് എക്സ് ആണ്, മൈനസ് എക്സ് ടി എക്സ്. അപ്പോൾ അത് സിംപ്ലിഫൈ, ദറ്റ് ഇസ് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 2 upper limit minus lower limit. That is minus 1/2 into 9/4 minus 9/16 minus 1/16. It is 8/16, 1/2 is equal to minus 1/4. Answer is minus 1/4 is answer. അതുകൊണ്ട് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ ക്രൂഷ്യലാണ് ഈ ക്വസ്റ്റ്യനിൽ. ടാൻ ഇൻവേഴ്സ് 1 plus x. നമുക്ക് ഇതിൽ തിരിച്ചിട്ടാണ്. അവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ടാൻ ഇൻവേഴ്സ് 1/x, ഓർ ടാൻ ഇൻവേഴ്സ് എക്സ് ഇക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1/x ഇഫ് എക്സ് ഇസ് പോസിറ്റീവ്. റൂട്ടിലുകൊണ്ട് പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഇക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 1/x. പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വേറൊരു റിസൾട്ടാണ് അത്. നല്ല ചോദ്യം അത്. ഇനി അടുത്ത ചോദ്യം, എലിപ്സ്. ഒരു എലിപ്സ് ഉണ്ട്. ഇത് എക്സ് സെൻറ്റർ 0 അല്ല, സ്റ്റാൻഡേർഡ് അല്ല, എന്നാലും x-1 square by 100, അത് ഹൊറിസോണ്ടലാണ്. ആൻഡ് ഹൈപ്പർബോള വിത്ത് സെയിം ഫോക്കസ് ആണ്. Ellipse whose major axis is alpha and minor axis is beta, and E dash is 1. E is the eccentricity of the ellipse and E dash is the eccentricity of hyperbola. അപ്പോൾ എന്താണ് എലിപ്സിൻ്റെ എക്സെൻട്രിറ്റി? അതിന് നേരെ റെസിപ്രോക്കലാണ് ഹൈപ്പർബോളയുടെ എക്സെൻട്രിറ്റി. അപ്പോൾ ആദ്യം എലിപ്സിൻ്റെ എക്സെൻട്രിറ്റി കാണാം. ഇയുടെ വാല്യൂ എന്താ? അപ്പം ഈ എന്താ എലിപ്സിൻ്റെ എക്സെൻട്രിറ്റി എങ്ങനെ കാണാം? റൂട്ട് ഓഫ് സി ബൈ എ ആണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇ? റൂട്ട് ഓഫ് 100 minus 75. It is root of 100 minus 75 divided by a. A എന്താ? ഇതിൻ്റെ സ്ക്വയർ റൂട്ട്, 100ൻ്റെ സ്ക്വയർ റൂട്ട്. It is 10. അപ്പോൾ 100 minus 75 is 25. 25 square root of 5. 5 by 10, or it is 1/2. അപ്പോൾ ഇയുടെ വാല്യൂ 1/2 ആണ്. ഉടനെ നമുക്ക് ഇ ഡാഷ് കിട്ടി. ഇ ഡാഷ് 1 ആണ്. അപ്പോൾ ഹൈപ്പർബോളയുടെ എക്സെൻട്രിറ്റി 2 ആണ്. അപ്പോൾ ഇത് രണ്ടും അതിലൊരു കാച്ചാണ് കേട്ടോ. ഇ ഈക്വൽസ് 1/2, ഇ ഡാഷ് ഈക്വൽസ് 2. ഇനി എന്താ ചോദ്യം? ഹാവ് ദ സെയിം ഫോക്കസ്. ഹൈപ്പർബോളയുടെ മേജർ ആക്സിസ് അല്ല എന്താ, ഹൈപ്പർബോളയുടെ മേജർ ആക്സിസ് ആണ് ആൽഫ. അപ്പോൾ 2 ക്യാപിറ്റൽ നമുക്കറിയാം. ഈ ഫോസൈ മേർജ് ചെയ്താൽ കൺഫോക്കൽ ആവും. കൺഫോക്കൽ ആയ കണ്ടീഷൻ എന്താണ്? കൺഫോക്കൽ ആവാനുള്ള കണ്ടീഷൻ എന്താ? കൺഫോക്കൽ മീൻസ് എ ഇ ഇസിക്കൽ ടു എ അല്ലേ? എ ഇ അല്ലെങ്കിൽ പ്ലസ് ഓ മൈനസ് സി. എലിപ്സിൻ്റെ ഫോസൈ പ്ലസ് ഓ മൈനസ് സി 0 വെച്ചോളൂ. ഹൈപ്പർബോളയുടെ ഫോസൈ അത് അങ്ങനെ പറയാൻ പാടില്ല, കാരണം ഫോസൈ പ്ലസ് ഓ മൈനസ് സി 0 അല്ലല്ലോ. അപ്പം C0 വിട്ടേക്കോ ഫോസൈ, കാരണം അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം കൺഫോക്കൽ ആകുമ്പം ഇതിൻ്റെ ഫോസൈയും അതിൻ്റെ ഫോസൈയും മേർജ് ചെയ്യണമെന്നാണ് അതിനനുസരിച്ചിട്ട്. കാരണം ഇത് സ്റ്റാൻഡേർഡ് അല്ല, കാരണം 1 0 ആണല്ലോ സെൻറ്റർ. അപ്പം അതിനനുസരിച്ചിട്ടാണ് മറ്റേതും ഉണ്ടാവുക. അപ്പം ഇങ്ങനെ ഉണ്ടാവുക. ദിസ് ഇസ് എലിപ്സ്, മറ്റേത് ഹൈപ്പർബോളയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെയാണെങ്കിൽ ഹൈപ്പർബോളയുടെ സെൻറ്ററും അത് തന്നെയായിരിക്കും. അപ്പം എലിപ്സിൻ്റെ സെൻറ്ററാണ് 1 0. ഇതിപ്പോൾ 1 0 ആണെങ്കിൽ ഹൈപ്പർബോളയുടെ സെൻറ്ററും 1 0 ആയിരിക്കും. അപ്പം ഇറ്റ് ഡസൻ എഫക്ട് ദ കണ്ടീഷൻ ഫോർ ബോത്ത് ഓഫ് ദം ടു ബിക്കം കൺഫോക്കൽ. കണ്ടീഷൻ എഫക്റ്റ് ചെയ്യില്ല. കൺഫോക്കൽ ആവാനുള്ള കണ്ടീഷൻ എ ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ്, പ്ലസ് ഓ മൈനസ് സി. ഇങ്ങനെ ആലോചിച്ചാൽ മതി. പ്ലസ് ഓ മൈനസ് സി, സി ഇസ് ദാറ്റ് ഓഫ് എലിപ്സ്, ഷുഡ് ബി ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ക്യാപിറ്റൽ സി. C is that of hyperbola.
അപ്പോൾ അത് വരുമ്പോൾ എന്താ സ്ക്വയർ സി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ സി സ്ക്വയർ അല്ലേ. വാട്ട് ഇസ് സി സ്ക്വയർ ഓഫ് എലിപ്സ്? ഇറ്റ് ഇസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. വാട്ട് ഇസ് സി സ്ക്വയർ ഓഫ് ഹൈപ്പർബോള? ക്യാപിറ്റൽ എ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ബി സ്ക്വയർ അല്ലേ. ഹൈപ്പർബോള അങ്ങനെയാണല്ലോ. റൂട്ട് ഓഫ് സി സ്ക്വയർ ഇസ് ക്യാപിറ്റൽ എ സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ബി സ്ക്വയർ. അത് ഹൊറിസോണ്ടൽ ആയാലും ഇതായാലും. അപ്പോൾ ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ? 100 മൈനസ് 75 ആണ്. ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താ നോക്കൂ. മേജർ ആക്സിസ് ആൽഫയാണ്. അപ്പം 2 ക്യാപിറ്റൽ എ ആണ്. ഇത് 2 ക്യാപിറ്റൽ എ ആണ് ആൽഫ. 2 ക്യാപിറ്റൽ എ ആണ് ആൽഫ. വാട്ട് ഇസ് അതേപോലെ ബീറ്റ ഈസ് 2 ക്യാപിറ്റൽ ബി. 2 ക്യാപിറ്റൽ ബി ആണ് ബീറ്റ. അപ്പം എ പറയുന്നത് ആൽഫ ബൈ 2 ആണ്. അപ്പോൾ ഇത് ആൽഫ സ്ക്വയർ ബൈ 4 ആണ്. പ്ലസ് ബി പറയണത് ബീറ്റ ബൈ 2 ആണ്. അപ്പോൾ ബീറ്റ സ്ക്വയർ ബൈ 4 ആണ്. അപ്പോൾ റിലേഷൻ കിട്ടിയില്ലേ. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് 25 100 അപ്പോൾ അതൊരു കഥയായി. ഒരു കഥയും കൂടി കിട്ടിയ ആൽഫ സ്ക്വയറും ബീറ്റ സ്ക്വയറും കിട്ടിയ ആൻസറായി. അതിന് ഇത് ഉപയോഗിച്ചാൽ മതി. XNT is 2. XNT അത് ഹൈപ്പർബോള is 2. അപ്പോൾ XNT അത് ഹൈപ്പർബോള 2 ആണെങ്കിൽ എന്താണ് XNT ആയിട്ട് ബന്ധം? ക്യാപിറ്റൽ ബി സ്ക്വയർ എന്താ? സ്മോൾ എ അല്ല ക്യാപിറ്റൽ എ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ മൈനസ് ഇ ഡാറ്റ് സ്ക്വയർ മൈനസ് 1 അല്ലേ ഹൈപ്പർബോളയിൽ. എ ബി എന്നുള്ള ബന്ധം, ഇ ആയിട്ടുള്ള ബന്ധം. അപ്പോൾ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ബി സ്ക്വയർ? ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബീറ്റ സ്ക്വയർ ബൈ 4 ആണ്. ഇസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൽഫ സ്ക്വയർ ബൈ 4 ആണ്. ഇൻറ്റു ഇ ഡാഷ് 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ ബൈ 4 മൈനസ് 1 3. അപ്പോൾ 4 വെട്ടിപ്പോയി. യു ഗെറ്റ് 3 ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബീറ്റ സ്ക്വയർ. കഴിഞ്ഞു. ഇവിടെ ബീറ്റ സ്ക്വയറിന് പകരം 3 ആൽഫ സ്ക്വയർ കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ യു ഗെറ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൽഫ സ്ക്വയർ പ്ലസ് 4 ആൽഫ സ്ക്വയർ അല്ല 3 ആൽഫ സ്ക്വയർ 3 ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100. അപ്പോൾ അവിടുന്ന് ആൽഫ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടും. 4 ആൽഫ സ്ക്വയർ ആണ് 100. ആൽഫ സ്ക്വയർ ഇസ് 25. ആൽഫ സ്ക്വയർ ഇസ് 25. ബീറ്റ സ്ക്വയറോ? ബീറ്റ സ്ക്വയർ ഇസ് 75. അത്രയേ ഉള്ളൂ. കഴിഞ്ഞു. അതിലെ ചോദ്യം വാട്ട് ദ വാല്യൂ ഓഫ് 3 ആൽഫ സ്ക്വയർ പ്ലസ് 2 ബീറ്റ സ്ക്വയർ. അപ്പോൾ ആൻസർ ഇസ് ഇതാണ് ആൻസർ. ദിസ് ഇസ് 3 ഇൻറ്റു ആൽഫ സ്ക്വയർ ഇസ് 25 പ്ലസ് 2 ഇൻറ്റു ബീറ്റ സ്ക്വയർ ഇസ് 75. അത്രയേ ഉള്ളൂ. അപ്പം 25 3 ഇട്ട് 6 ഉണ്ടാവും. 6 3 9. 9 ഇൻറ്റു 25 225 ആണോ? 25 ആണോ? അതെ 225 ഇസ് ആൻസർ. 150 75 225 ആൻസർ. നല്ല ചോദ്യമാണ്. കൺഫോക്കൽ എന്നുള്ള കൺസെപ്റ്റ് കൂടി ഉണ്ട്. ഈ കൺഫോക്കൽ ആണെങ്കിൽ ഓർത്തോഗോണലും കൂടി ആവും. അതും കൂടി ഓർത്തോളൂ കേട്ടോ. ഈ ആംഗിൾ 90 ഡിഗ്രി ആവും. ഓക്കെ, ഇതൊരു സ്മാർട്ട് ക്വസ്റ്റ്യൻ ആണ്. 1 ബൈ ആൽഫ പ്ലസ് 1 അല്ലേ. 1 ബൈ ആൽഫ പ്ലസ് 1 പ്ലസ് 1 ബൈ ആൽഫ പ്ലസ് 2 പ്ലസ് എക്സെട്ര 1 ബൈ ആൽഫ പ്ലസ് 1012 ഈക്വൽസ് 1 ബൈ 1 into 2. ഇത് ശ്രദ്ധിക്കാം കേട്ടോ. ഇത് ടെലസ്കോപ്പിക് സം അല്ല. 1 ബൈ 1 into 2 2 into 3 3 into 4 ആണ് ടെലസ്കോപ്പിക് സം ആണ്. ഇത് ടെലസ്കോപ്പിക് സം അല്ല. 1 ബൈ 1 into 2 1 ബൈ 3 into 4 ആണ്. അപ്പോൾ പക്ഷേ ഇങ്ങനെ എഴുതാം നമുക്ക്. യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. റൈറ്റ് സൈഡ് ഇങ്ങനെ എഴുതാം. 1 ബൈ 1 മൈനസ് 1 ബൈ 2 എന്ന് എഴുതാം. പ്ലസ് 1 ബൈ 3 നമുക്ക് 1 ബൈ 3 മൈനസ് 1 ബൈ 4 എഴുതാം. പ്ലസ് 1 ബൈ 5 മൈനസ് 1 ബൈ 6 എഴുതാം. പ്ലസ് എക്സെട്ര പ്ലസ് 1 ബൈ 2023 മൈനസ് 1 ബൈ 2024 എഴുതാം. ഇതിന് ഈ സ്റ്റൈലിൽ എഴുതാം. അപ്പം അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 പ്ലസ് 1 ബൈ 4 പ്ലസ് എക്സെട്ര പ്ലസ് 1 ബൈ 2024 വരെ എഴുതിയിട്ട് അതിൽ നിന്ന് കാരണം മൈനസ് 1 ബൈ 2 അല്ലേ. ട്വൈസ് ഓഫ് 1 ബൈ 2 കേട്ടോ. അപ്പോൾ 1 ബൈ 2 ഉണ്ട്. ട്വൈസ് ഓഫ് 1 ബൈ 2 ആകുമ്പോൾ മൈനസ് 1 ബൈ 2 വരില്ലേ. അതേപോലെ 1 ബൈ 3 ഇവിടെ ഉണ്ട്. മൈനസ് 1 ബൈ 4 ആണ്. അപ്പം മൈനസ് പ്ലസ് 1 ബൈ 4 ട്വൈസ് ഓഫ്
1/4 കുറച്ചാൽ -1/4 വരില്ലേ? ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. പ്ലസ് എക്സെട്ര. എവിടെ അവസാനിക്കുക? 1/4 ഇവിടെ വന്ന് അവസാനിക്കും. അപ്പോൾ ഇവിടെ 23 അവസാനിക്കുള്ളൂ അല്ലേ? പ്ലസ് അല്ലേ എടുക്കണം? അല്ല, ഇത് ഫുൾ എടുക്കണം. 24 വരെ അവസാനിക്കും. 24 വരെ ഉണ്ടാവും. ഇസ് ഈക്വൽ ടു അവിടെ വരെ ഉണ്ടാവും പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം വിൽ ബി 2 4 ഇങ്ങനെ വരും. 2 4 6. അടുത്ത ടേം 6 ആയി, കാരണം ഇവിടെ 6 അല്ലേ? 6 നെഗറ്റീവ്. അപ്പോൾ 1/6 ഉണ്ടാവും പ്ലസ് എക്സെട്ര. എന്തായാലും 2024 ഉണ്ടാവും. ഓക്കെ, റൈറ്റ്. അപ്പം ഇവിടെ നമ്മൾ 1/1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് 1/2024 മൈനസ് ഇതിൽ 1/2 അങ്ങോട്ട് പുറത്തെടുത്താൽ എന്താ വരിക? 1/2 പുറത്തെടുത്താൽ എന്താ വരിക? ഇതിൽ 1/2 പുറത്തെടുക്കാം. അപ്പോൾ 2 വെട്ടിപ്പോകും. അപ്പോൾ 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് എക്സെട്ര പ്ലസ് 1/1012 അല്ലേ? 2024 ആകുമ്പോൾ 12 വരും. അപ്പോൾ നോക്കൂ, ഇത് 2024 വരെ ഉണ്ട്. 1/1/1. ഇവിടെ 1/1/1/1012 വരെ ഉണ്ട്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 1 വെട്ടിപ്പോവും, 1/2 1/2 വെട്ടിപ്പോവും, 1/3 1/3 വെട്ടിപ്പോവും, എക്സെട്ര വെട്ടിപ്പോവും. അപ്പോൾ തുടങ്ങുക 1 ഇതുവരെ വെട്ടിപ്പോവും, 1012 വരെ വെട്ടിപ്പോവും. അപ്പം 1013 തുടങ്ങും പ്ലസ് 1014 പ്ലസ് എക്സെട്ര പ്ലസ് 1024 ആണ് ഉത്തരം. അതാണ് നമ്മളുടെ ഈ സാധനം. 1/α + 1 പ്ലസ് 1/α + 2 പ്ലസ് എക്സെട്ര പ്ലസ് 1/α പ്ലസ് 1012. അപ്പോൾ 1012 ഇവിടെ ആകുമ്പം ആൽഫയുടെ വാല്യൂ എന്താണ്? 24 12 കുറയ്ക്കുക അല്ലേ? അതെ, ആൽഫ പ്ലസ് 1 ആണ് അല്ലേ? ആൽഫ പ്ലസ് 1 ആണ് 1013. അപ്പോൾ ആൽഫയുടെ വാല്യൂ 1012 അല്ലേ? റെഡി ആവില്ലേ? ചെയ്യാം. ആൽഫ ഈക്വൽസ് 1012. ആൻസർ ഇസ് ആൽഫ ഈക്വൽസ് 1012. ഇത് എന്ത് ചോദ്യമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ സംഹൗ ഇറ്റ് ഇസ് ബീൻ ഡൺ ലൈക്ക് ദാറ്റ്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ചോദ്യം എന്താ? ഇതും ലെബനിസ് റൂളാണ്. ഇന്റഗ്രൽ 0 to x root of 1 minus y dash square is equal to integral 0 to x y(x) dx y0 0. Find the value of y double dash plus y plus 1 at x equals 1. ഇത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ലെബനിസ് റൂൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അല്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 to x ആകുമ്പോൾ പ്രസ് ചെയ്യില്ല. ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അല്ല, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? സോറി, യു ആർ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ്. ഡിഫറൻഷിയേറ്റ് both sides using Newton's Leibniz rule. അപ്പോൾ എന്താ കിട്ടുക? റൂട്ട് ഓഫ് 1 മൈനസ് വൈ ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ. x വൈ എഴുതിയാൽ മതി. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പം 1 മൈനസ് വൈ ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ അല്ലേ? ഇപ്പം തിരിച്ചെഴുതാം. 1 മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ ഡാഷ് സ്ക്വയർ. 1 മൈനസ് വൈ സ്ക്വയർ ഈക്വൽസ് വൈ ഡാഷ് സ്ക്വയർ. അപ്പോൾ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ. അപ്പം എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ്, വൈ ഡാഷ് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു root of plus or minus root of 1 minus y square. വേരിയബിൾ സെപ്പറബിൾ ആണ്. അപ്പോൾ dy by root of 1 minus y square is equal to plus or minus dx. ട്രഡീഷണലി അല്ലാത്ത ചോദ്യങ്ങളാണ് ഈ സെഷനിൽ വന്നിട്ടുള്ളത് അല്ലേ? ഒട്ടും ട്രഡീഷണൽ അല്ലാത്ത ചോദ്യങ്ങൾ. dy by root of 1 minus y square equals plus or minus dx. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം സൈൻ ഇൻവേഴ്സ് y is equal to plus or minus x plus c. ഇനി നമ്മൾ ആ കണ്ടീഷൻ വെക്കുക. y 0 0 അല്ലേ? അപ്പോൾ x 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ സിയും 0 ആണ് അല്ലേ? 0 ഇസിക്കൽ, അപ്പോൾ c ഇസിക്കൽ 0. അപ്പോൾ വാട്ട് യു ഗെറ്റ്? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതാണ് സൊല്യൂഷൻ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് y
is equal to plus or minus x, or y equals plus or minus sin x. കാരണം സൈൻ ഓട്ട് ഫംഗ്ഷൻ ആണ്, പ്ലസ് ഓർ മൈനസ് എക്സ് വരും. പ്ലസ് എക്സ് ആണെങ്കിൽ സൈൻ എക്സ്, മൈനസ് സൈൻ ഓക്കെ. അപ്പോൾ അവിടെ അറ്റ് എക്സ് ഈക്വൽസ് 1 ആണ് ചോദ്യം. അറ്റ് എക്സ് ഈക്വൽസ് 1 ആകുമ്പോൾ വാല്യൂ ഉണ്ടാവില്ല, നോക്കാം. അപ്പോൾ വൈ ഡാഷ് എന്താ ഉണ്ടാവുക ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ? വൈ ഈസ് പ്ലസ് ഓർ മൈനസ് സൈൻ എക്സ്. അപ്പോൾ വൈ ഡാഷ് എന്താ? സൈൻ എക്സ് കോസ് എക്സ് ആവും, മൈനസ് സൈൻ എക്സ് ആണെങ്കിൽ മൈനസ് കോസ് എക്സ് ആവും. അപ്പം പ്ലസ് ഓർ മൈനസ് കോസ് എക്സ് തന്നെയാണ് വരുന്നത്. സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ്, മൈനസ് സൈൻ എക്സ് ആണെങ്കിൽ മൈനസ് കോസ് എക്സ്, അങ്ങനത്തെ വെച്ചോളൂ. ഇനി വൈ ഡബിൾ ഡാഷ് എക്സ്, വൈ ഡബിൾ ഡാഷ് പ്ലസ് കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് വരും, മൈനസ് കോസ് എക്സ് ആണെങ്കിൽ പ്ലസ് സൈൻ എക്സ് വരും. അപ്പം പ്ലസ് കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ്, അപ്പം മൈനസ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ്, മൈനസ് ഓർ പ്ലസ്, മൈനസ് ഓർ പ്ലസ്, അതിവിടെ കൊടുത്താൽ മതി എന്നൊക്കെ ഉണ്ട്. വൈ ഡബിൾ ഡാഷ് ആകുമ്പോൾ പ്ലസ് ഓർ മൈനസ് സൈൻ എക്സ്, അല്ല പ്ലസ് ഓർ മൈനസ് അല്ല, മൈനസ് ഓർ പ്ലസ് സൈൻ എക്സ്, മൈനസ് ഓർ പ്ലസ് സൈൻ എക്സ്. വൈ എന്താണ്? പ്ലസ് ഓർ മൈനസ് സൈൻ എക്സ് പ്ലസ് 1. അപ്പോൾ ഇവിടെ മൈനസ് സൈൻസ് ആണ്, ഇവിടെ പ്ലസ് വെട്ടിപ്പോവും. ഇവിടെ പ്ലസ് സൈൻസ് ആണ്, ഇവിടെ മൈനസ് സൈൻസ് വെട്ടിപ്പോവും. അപ്പോൾ എഫക്റ്റ് 1 തന്നെ ഉണ്ടാവുള്ളൂ എന്തായാലും. മോഡുലസ് ഇട്ടുകൊണ്ട് തീർച്ചയായിട്ടും 1 ആൻസർ. നത്തിങ് ടു ഡു വിത്ത് ദ വാല്യൂ അറ്റ് എക്സ് ഈക്വൽസ് 1. അപ്പോൾ ആൻസർ ഇസ് 1. 1 ഇസ് ആൻസർ. ഇത് നിങ്ങളെ ക്വാഡ്രാറ്റിക്കിൽ സാധാരണ ഒരു പാറ്റേൺ വരാറുണ്ടല്ലോ സാധാരണ. അതായത് എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് 2x മൈനസ് റൂട്ട് 3 ഈക്വൽ 0. ആൽഫ പി എൻ ഇസ് ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n ആണെങ്കിൽ എന്താ ഫോർമുല വരിക? പി എൻ മൈനസ് റൂട്ട് 2 പി എൻ മൈനസ് 1 മൈനസ് റൂട്ട് 3 പി എൻ മൈനസ് 2. ദ വാല്യൂ വിൽ ബി 0. നിങ്ങൾക്ക് അറിയാത്തോണ്ട് ഈ പാറ്റേൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 12 ഉണ്ട്, 11 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചോളൂ, P12 മൈനസ് റൂട്ട് 2 P11 മൈനസ് റൂട്ട് 3 P10 പൂജ്യമാണ്. അതൊരു കഥയായി. പിന്നെ P12 മൈനസ് റൂട്ട് 3 P12 മൈനസ് റൂട്ട് 3 P10 വാല്യൂ 0 ആണ്. പിന്നെ P11 മൈനസ് അപ്പോൾ ഇതുവരെ 0 ആണ്, ഇതിൻ്റെ വാല്യൂ 0 ആണ്, ഇത് 0 ആണ്. ഇനി P11 മൈനസ് റൂട്ട് P10, P11 മൈനസ് റൂട്ട് P10, P11 ഇത് ഇവിടെ 11 ചോദിച്ചോളൂ. P11 മൈനസ് റൂട്ട് 2 P10, P11 മൈനസ് റൂട്ട് 2 P10 എന്തായിരിക്കും? റൂട്ട് 3 P11 മൈനസ് റൂട്ട് 3 P10 മൈനസ് റൂട്ട് 3 P9 ബേസിക്കലി 0. അപ്പം റൂട്ട് 3 P9 ആയിരിക്കും ഉത്തരം. ഓക്കെ, ആൻസർ ഇസ് റൂട്ട് 3 P9. അപ്പം ഇത് ആഡ് ചെയ്താൽ എങ്ങനെയല്ലേ വരാം? അപ്പം ഇതിൻ്റെ വാല്യൂ എന്താ? P11, ഇതിൻ്റെ വാല്യൂ റൂട്ട് 3 P9 ആണ്, റൂട്ട് 3 P9. ഉത്തരം ഇസ് റൂട്ട് 3 P9, റൈറ്റ്? അപ്പോൾ ആൻസർ ഇസ് റൂട്ട് 3 P9. And what is root 3 P9? It is root 3 into alpha raised to 9 plus beta raised to 9. P9 is alpha raised to 9 plus beta raised to 9. അത് നമ്മൾ ചെയ്യേണ്ടി വരും. അതാണ് വേറൊരു ട്രാപ്പ്. ഇതിൽ ഒരു കാര്യം ചെയ്യാം, ഇതിൽ ആൽഫ ബീറ്റ കാണാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? ആ ക്വാഡ്രാറ്റിക്കൽ എക്സിൻ്റെ വാല്യൂ ആണ്. എക്സിൻ്റെ വാല്യൂ എന്താ? റൂട്ട് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b square minus 4ac, 4ac, അല്ല b square minus 4ac. b square is 2 minus 4 into a into c divided by 2. വൃത്തിയിൽ കിട്ടില്ലല്ലോ. 2 can be taken outside. ആൽഫ റേസ് ടു 9 പ്ലസ് ബീറ്റ റേസ് ടു 9 കിട്ടണം അല്ലേ? വൃത്തിയിൽ കിട്ടില്ല. റൂട്ട് 3 P9 ആണ്. എന്താ ഉത്തരം? ഇതിൽ ചോയ്സ് ഇല്ല. റൂട്ട് 3 P9 ഈ ആൽഫ റേസ് ടു 9 പ്ലസ് ബീറ്റ റേസ് ടു 9 സിംപ്ലിഫൈ ചെയ്യാൻ പറ്റേണ്ടതാണ്.
ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റേണ്ടതാണ്. കാരണം ആൽഫ റേസ് ടു 9 മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി ബൈ 2a. അപ്പോൾ 2 വേണമെങ്കിൽ 2 പുറത്തെടുക്കാം. അപ്പോൾ റൂട്ട് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ഇൻറ്റു 1 പ്ലസ് 2 റൂട്ട് 3. ഇത് കാര്യമില്ല. എൻ്റെ ഉത്തരം റൂട്ട് 3 P9 തന്നെ അല്ലേ ഉത്തരം? അല്ലെങ്കിൽ അവിടെ പ്ലസ് റൂട്ട് 3 P9 കൂടി ഇട്ടാവും. P12 മൈനസ് റൂട്ട് 3 P11 മൈനസ് റൂട്ട് 3 P10 plus P11 minus root 3 P10. The answer is root 3 P9. And root 3 P9 is root 3 into alpha raised to 9 plus beta raised to 9. Okay. Alpha raised to 9 plus beta raised to 9 is root 2 plus or minus root of b square minus 4 into a into c root 3 divided by 2 ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ അതാണ്. പ്ലേസ് ടു 9 വരുമ്പോൾ കണക്കില്ല. അപ്പോൾ അത് ഈ ചോദ്യത്തിൽ എന്തോ ഒരു എറർ ഉണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരം റൂട്ട് 3 P9 എഴുതിയിട്ടുണ്ടാവുള്ളൂ ചോയ്സിൽ കേട്ടോ. ഓക്കെ. അല്ലെങ്കിൽ ആൽഫ റേസ് ടു 9 പ്ലസ് ബീറ്റ റേസ് ടു 9 ആസെറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആൻസർ ഇസ് റൂട്ട് 3 P9 ഇറ്റ്സെൽഫ്. ഓക്കെ. എനിവേ ഈ പാറ്റേൺ നമ്മൾ പലപ്പോഴും റിപ്പീറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഇവിടെ എന്തെങ്കിലും ചിലപ്പോൾ പ്ലസ് റൂട്ട് 3 P9 ഉണ്ടെങ്കിലോ അറിയില്ല. എന്തായാലും ഈ ആൽഫ റേസ് ടു 9 പ്ലസ് ബീറ്റ റേസ് ടു 9 ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. വിത്ത് ദാറ്റ് വീൽ ക്ലോസ് ടുഡേയ്സ് ക്ലാസ്. അപ്പം ഇനി മുതൽ 15 തൊട്ടിട്ട് നമ്മളെ കീമിൻ്റെ ക്ലാസ് ഉണ്ട്. അത് നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മളിവിടെ ജെഇ മെയിൻസിന് പറഞ്ഞിട്ടുള്ള ക്രാഷിന് പറഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പാറ്റേൺ അതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കീമിനും തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അത് അറ്റൻഡ് ചെയ്യുക. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഉണ്ടോ?